നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടി മറ്റൊരു ദിവസം നമ്മളെല്ലാവരും കിടക്കുകയാണ്. 2 ദിവസത്തെ ഇടവേള. ഇന്നലെ മനോഹരമായ ഒന്നുകൂടി പറയാം, അത് റിപ്പീറ്റഡ് ആയി പറയണം. ഇന്നലെ മനോഹരമായൊരു ദിവസം, ഇന്നലെ അതിമനോഹരമായൊരു ദിവസത്തിലൂടെയായിരുന്നു കടന്നുപോയത്. രാവിലെ തുടങ്ങിയത് മുതൽ വൈകുന്നേരം 5:30, 6 മണി വരെ, 6:30 മണി വരെ ഉള്ള സമയത്ത് മുഴുനീളം എല്ലാവരും എന്ന് പറയുന്നില്ല, മാക്സിമം ആൾക്കാരുമായി സംവദിക്കാൻ സാധിച്ചു. കുറച്ച് ആൾക്കാർ അവിടെയും എനിക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഖേദപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. കാരണം സമയപരിമിതി വളരെ വലുതാണ്. ഇനിയിപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കരുതിയാണ് ഇനിയിപ്പോ ക്ലാസ് എപ്പോഴും വെക്കുമ്പോൾ 2 ദിവസം 3 ദിവസത്തേക്ക് വെക്കണം, എങ്കിൽ മാത്രമേ ഈ ആൾക്കാരുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ദിവസത്തെ പരിപാടി ആകുമ്പോൾ മാക്സിമം എന്നാലും നമ്മൾ ശ്രമിച്ചു, എല്ലാവരും കേൾക്കാനും ശ്രമിച്ചു. അത് ഹൃദയത്തിൽ ചേർത്ത് വെച്ച് കേട്ടു. ഓരോ ആരോടും എന്താ പറയാ, ആരെയും ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടില്ല. മാക്സിമം അവരുടെ കാര്യങ്ങൾ കേട്ടു. അവരുടെ നന്മയിലേക്ക് ഉണ്ടാവാനുള്ള വഴികൾ ഒരു സമയത്ത് പറഞ്ഞു കൊടുത്തു. അതെല്ലാം അവർക്ക് എല്ലാവർക്കും കുറെ കാര്യങ്ങൾ മനസ്സിലായി. ക്ലാസ്സുകൾ ഞാൻ അവരോട് ആദ്യം തന്നെ പറഞ്ഞ എത്രയാണ്, ക്ലാസ്സുകൾ നമുക്ക് എപ്പോഴും യൂട്യൂബിൽ കാണാം, സൂമിലൊക്കെ കയറി കാണാം. പക്ഷെ നേരിട്ട് നിങ്ങൾ കേൾക്കാൻ പറ്റുന്നത് വളരെ അപൂർവമേ ഉള്ളൂ. അപ്പൊ നേരിട്ട് കേൾക്കാൻ തന്നെയാണ് കൂടുതൽ ശ്രമിച്ചത്. അതിൻ്റെ ഇടയിൽ ചെയ്യാവുന്ന അതിഗംഭീരമായ 2 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് മതി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ 100% ഞാൻ വിശ്വസിക്കുന്നു. അത് രണ്ടും കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മിറാക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും എനിക്കില്ല, സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഞാൻ ഇന്നലെ നൽകിയത്. വരാത്തവർക്ക് ഒന്നും പറയാനില്ല. ഓക്കെ, ട്രൈ നെക്സ്റ്റ് ടൈം. ഞാനായിട്ടൊന്നും പറയുന്നത് ശരിയല്ലല്ലോ. എന്നാലും ആ ഹോള് നമുക്ക് ഒരു പ്രത്യേകതയുള്ളത്, എപ്പോഴും എന്താ പറയാ, സിനിമയിലൊക്കെ പറഞ്ഞ എവിടെ എവിടെ അവതരിപ്പിച്ചാലും ഇതുപോലെയാണല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ആ ഹോള് ഇന്നലെ ഫുള്ളാണ്. ഒരു സീറ്റ് പോലും ഇവിടെ ബാക്കിയില്ല എന്നുള്ളത്. എവിടെ പ്രോഗ്രാം നമ്മൾ വെച്ചാലും അവസാനം നമ്മൾ ഈ സീറ്റ് എത്ര വെക്കുന്നു അത്രയും സീറ്റിനനുസരിച്ചാണുള്ളത്. ലാസ്റ്റ് 2 സീറ്റ് എക്സ്ട്രാ വെക്കേണ്ടി വന്നു. നമ്മളെല്ലാം ക്ലോസ് ചെയ്തെടുത്ത് 2 ആൾക്ക് അവിടേക്ക് നടന്നു കയറി വന്നിട്ട് പറഞ്ഞു ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞു. മുമ്പേ ബുക്കിംഗ് ഒന്നും ഇല്ലാതെ. അപ്പൊ അത്രയും കൃത്യമായി വന്നു. ഹോട്ടലുകാരൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. നിങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്, വന്നവരെല്ലാവരും ഹാപ്പിയാണെന്ന് അവരവർ പറഞ്ഞിട്ട് ഞാൻ കണ്ടു. ആർക്കും എന്താ പറയാ, ആർക്കും പ്രത്യേകിച്ച് യാതൊരു ഇതുമില്ല എന്നുള്ളത് മനസ്സിലായി. ഏറെ സന്തോഷമാണ്. ഞങ്ങൾ രാത്രി തിരിച്ച് അതിനേക്കാൾ ഏറ്റവും വലിയ ഏറ്റവും ഹാപ്പി പറയേണ്ടത് പ്രകൃതിയുടെ വല്ലാത്തൊരു അനുഗ്രഹമായിരുന്നു. പ്രകൃതിയുടെ അനുഗ്രഹം, അങ്ങനെ ഒരു അനുഗ്രഹം നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുന്നതാണ്. നമ്മൾ പ്രകൃതിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ഭൂമി എന്താ പറയാ, ഈ യൂണിവേഴ്സിന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകുന്നു എന്ന് മനസ്സിലാവുന്നത് ഇങ്ങനെയാണ്. ഇതൊരു വ്യക്തിക്ക് ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രകൃതി ഒരുക്കുന്ന ഒരു വരദാനമാണ്. ഇന്നലെ AK സാറും നസീറും എന്നെ എയർപോർട്ടിൽ കൂട്ടാൻ വന്നപ്പോൾ, ഞാൻ എയർപോർട്ടിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടതാണ്, എല്ലാവർക്കും ഓർമ്മയുണ്ട്. അവിടെ മഴ എന്ന് വെച്ചാൽ ഗംഭീര മഴയായിരുന്നു, അതിഗംഭീരമായ മഴ. കറുത്ത് ഇരുണ്ട് ആകാശം തകർത്ത് ആടുന്ന മഴയായിരുന്നു. അപ്പോ ഇവര് പറഞ്ഞു, ഇതൊക്കെ അഡ്മിന്മാരൊക്കെ എപ്പോഴും നിങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുക ഗ്രൂപ്പില്, കാലാവസ്ഥ മാറി വന്നതിന് നന്ദി എന്നൊക്കെ പറഞ്ഞ അഫർമേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വരാൻ പറ്റുമെന്ന് അറിയില്ല എന്നൊക്കെ പറയേണ്ട ആൾക്കാർ. ഞാൻ അവിടെ വന്നപ്പോൾ ഇവർ അതേ ചോദ്യം എന്നോട് ചോദിച്ചു, സാറേ എന്താവും, ഭയങ്കര മഴയാണല്ലോ, എല്ലാവർക്കും ബസ്സിനൊക്കെ വരാൻ പറ്റുമോ? നമ്മളൊത്ര ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, 12 മണി എന്നുള്ള സമയം ഉണ്ടെങ്കിൽ മഴ മാറിയിരിക്കും, പിന്നെ മഴ നാളെ വൈകിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നതാണ്. അതെങ്ങനെ പറയുന്നു എന്നൊന്നുമില്ല കേട്ടോ, അതിൻ്റെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ ഞങ്ങൾ അത് കഴിഞ്ഞ് അവിടെ പോയി. ഹോട്ടലിൽ പോയപ്പോൾ തോന്നി കുറച്ച് സമയമുണ്ട്, വേറെ പ്രത്യേകിച്ച് സമയമില്ലെന്ന് പറഞ്ഞ് നേരെ തൊടുപുഴ വരെ പോയി. തൊടുപുഴ നമ്മൾ ശിബി സാറിന്റെ വീട് കാണാനായിട്ട് അവിടെ പോയി, ഒരു വെള്ളച്ചാട്ടം കാണാനായിട്ട് പോയി. അവിടെ എത്തിയപ്പോൾ 11-11:30 മണി. അവിടെ എത്തിയപ്പോൾ തീരെ മഴയില്ല, കംപ്ലീറ്റ് ആയിട്ട് മഴ മാറി. തിരിച്ച് അവിടെ ഞങ്ങൾ വിളിച്ചു നോക്കി എറണാകുളത്ത് മഴയുണ്ടോ നോക്കുമ്പോൾ എറണാകുളത്ത് ഒരു 11:45-12 മണിയാകുമ്പോൾ കംപ്ലീറ്റ് മഴ ഒഴിഞ്ഞുപോയി. പിന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ സംഭവിച്ചതല്ല പറയാനില്ല. എന്നിട്ട് ഇപ്പൊ തീർന്നില്ല. ഇന്നലെ രാത്രി ഞാൻ അവിടെ നിന്ന് കയറിയപ്പോഴാണ് ഞങ്ങൾ
ട്രെയിനിൽ കയറി ഇങ്ങോട്ട് വന്നപ്പോൾ കുമാർ സാറെ വിളിച്ചു പറയുന്നുണ്ട്, സാറേ പെയ്യുന്ന മഴയുടെ കോലം കണ്ടോ എന്ന് പറഞ്ഞ വീഡിയോ എടുത്തിട്ട് ഗംഭീര മഴ രാത്രി 8:30 ശേഷം അവിടെ. പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ഒരു സ്ഥലത്തും മഴയില്ല. അവിടെ നിന്ന് വിട്ടതിന് ഒരു സ്ഥലത്ത് ഒരു തുള്ളി പോലും മഴ വന്നിട്ടില്ല. കാസർഗോഡ് വന്ന് ഇറങ്ങി, മഴയില്ല, ഒരു വഴിയില്ല. ഓട്ടോ അടിച്ച് ഞങ്ങളെ വഴി പോയി ബസ് ചെയ്ത് വീട്ടിലെത്തിച്ച് എല്ലാം കഴിഞ്ഞു. ഇന്ന് ഞാൻ മോളെ തിരിച്ച് ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടു. മോളെ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർ റോഡിലേക്ക് കയറുന്നതും ഞാൻ പറഞ്ഞു, ഇനി വൈഫിനോട് പറഞ്ഞു മഴ വരാൻ സമയമായി എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ പെയ്യുന്നുണ്ട്, തകർത്തിങ്ങ പെയ്യാണ്. ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ ആ കൃത്യമായി അത് നടക്കണോ എന്ന് പറയുന്നത് വേറൊന്നും അല്ല, ആരുടെയല്ല, പ്രകൃതിയുടെ അത്രയുമുള്ള അനുഗ്രഹമാണ് ഓരോ ആൾക്കാരും. ഇന്നലെ അതുപോലെ തന്നെയാണ്, ഇന്നലെ ഒരാൾക്ക് ഒരു നമ്പർ കിട്ടിയത്. അവർ ലാസ്റ്റ് കയറി വന്ന ഒരാളാണ്, നഫീസ. ഉണ്ടോന്നറിയില്ല, നഫീസ ഇവിടുന്നില്ലല്ലോ, ലിങ്കിലുണ്ടോ? നഫീസ ഇല്ല, വൈകിട്ട് കയറാൻ പറ്റില്ലെന്നറിയാം. നഫീസ ആകെ ടെൻഷനായിട്ട് ആകെ വെപ്രാളപ്പെട്ട് അല്ലാത്തൊരു അവസ്ഥയിൽ അവിടെ വന്നു. വെപ്രാളപ്പെട്ട്, സാറേ എന്റെ ജീവിതം അങ്ങനെയാണ്. 2-3 ദിവസം പറയാൻ ശ്രമിച്ചവരോട്, പക്ഷെ അവിടെ ക്ലാസിന്റെ ഇടയിലാണ്. ഞാൻ പറഞ്ഞു പിന്നെ സംസാരിക്കാം. പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നു ഞാൻ സംസാരിക്കണം. അങ്ങനെ ഞാൻ ഇവരായിരുന്നു അഡ്മിന്മാരായിരുന്നു നമ്പറുകളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ ഭക്ഷണം കഴിക്കുന്ന നഫീസ പിന്നെയും പറഞ്ഞു, സാറേ എന്നെ ഒന്ന് പെട്ടെന്ന് കേൾക്കണം. നഫീസയുടെ കയ്യിൽ റെസീറ്റ് എടുത്ത് നോക്കുമ്പോൾ കിടിലൻ നമ്പറാണ് 111. നഫീസയുടെ സീറ്റ് നമ്പർ 111. എന്താ അത്? ഒന്ന് ലാസ്റ്റ് കയറി വന്ന ഒരാൾക്കാണ് 111 നമ്പറാ കിട്ടിയത്. നഫീസയെ വിളിച്ചിരുത്തി ഞാൻ പറഞ്ഞു എന്താ സംഭവം. അപ്പോഴേക്കും നഫീസ് ആകെ കൂടി വെപ്രാളം, ടെൻഷൻ, എന്താ പറയാ, ആകെ കൂടി യൂണിവേഴ്സിറ്റി അത്രയും ഈ 111 എന്ന യൂണിവേഴ്സിറ്റി അനുഗ്രഹം നഫീസക്ക് ഉണ്ടെന്ന് നഫീസക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പിന്നെയും നഫീസിനെ അവിടെ ഇരുത്തി മനസ്സിലാക്കി അള്ളാഹുവിന്റെ കാരുണ്യം എങ്ങനെയാണ് നിങ്ങളുടെ വരുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി സന്തോഷത്തോട് പോയി. അപ്പൊ അങ്ങനെ ഓരോ ആൾക്കും അവരവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഈ അനുഗ്രഹത്തെ. പക്ഷെ ഇന്നലെ എല്ലാവരും പ്രത്യക്ഷത്തിൽ കണ്ടതാണ് എങ്ങനെയാണ് നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ വരുന്നത്. ഇതിന് ഞാൻ എപ്പോഴും പറയാം, നമ്മൾ ഒന്നും ചെയ്യണം, നമ്മൾ അതിനു വേണ്ടി തയ്യാറായി നിന്നാൽ മതി. പൂർണ്ണമായി തയ്യാറായി നിന്നാണ്. ഇന്നലെ രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6:30 മണി വരെ കണ്ടിന്യൂസ് എനിക്ക് നിങ്ങളോട് ഒരേ ഭാവത്തിൽ സംസാരിക്കാൻ സാധിച്ചുവെങ്കിൽ, ഞാൻ ഒരാൾ ഒരു സമയത്ത് കൂടുകയോ കുറയുകയോ ചെയ്യാതെ ഓരോ ആളെയും ക്ഷമാപൂർവ്വം കേട്ട് ക്ലാസ്സുകൾ എടുത്ത് ഒക്കെ ചെയ്യാൻ സാധിച്ചുവെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? എന്തായിരിക്കും അതിന്റെ മെത്തേഡ്? ഇതൊന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇത് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ ജീവിതത്തിൽ കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മൾ എന്തിനും കാണിക്കേണ്ട ഒരേ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധാപൂർവം. അല്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല ഈ ലോകത്ത്, നമ്മൾ എന്തെങ്കിലും ആണെന്ന് ചിന്തിക്കുന്ന വലിയ തെറ്റാ. നമ്മളൊന്നുമല്ല, നമ്മളൊരു ചാലകം മാത്രമാണ് ഈ ലോകത്ത് നടക്കുന്നതിന്റെ. ഇപ്പൊ എന്റെ പിറകിലിരിക്കുന്ന തെങ്ങ് അല്ലെ തെങ്ങിന്റെ ഇല ഒരിക്കലും സ്വന്തമായി അനങ്ങിയല്ല. അതിന് ആഗ്രഹമുണ്ടെങ്കിലും സ്വന്തമായിട്ടല്ല ചെയ്യുന്നത്. കാറ്റിന്റെ ഗതി അനുസരിച്ച് അത് അനങ്ങ മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പൊ കാണുമ്പോൾ നമ്മൾ കാറ്റിനെയാണോ കാണുന്നത്, തെങ്ങിന്റെ ഓല അനങ്ങുന്നതാണോ കാണുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ മുഴുവൻ ക്രെഡിറ്റും കൊടുക്കുന്ന തെങ്ങിന്റെ ഓലയ്ക്കാണ്. കാരണം അത് ആടിക്കൊണ്ടിരിക്കുന്നു, അത് നമ്മളെ നല്ല സന്തോഷപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ അത് ആരാണ് ചെയ്യുന്നത്? കടലിൽ നിന്ന് വരുന്ന കാറ്റാണ്, അല്ലെ? അപ്പോൾ ആ കാറ്റിനെതിരെ തെങ്ങ് പ്രവർത്തിക്കുകയാണ്. ഇല്ല, ഞാൻ അനങ്ങില്ല, നീ എന്ത് വേണമെങ്കിൽ അടിച്ചോ എന്ന് പറഞ്ഞ് എന്തായിരിക്കും അവിടെ അവസ്ഥ? ആ ഇല അല്ലെങ്കിൽ ആ ഓല കട്ടപ്പുഴയ്ക്ക് വീഴും. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കൂ. യൂണിവേഴ്സൽ നിയമത്തിനനുസരിച്ച് നമ്മൾ നിന്നു കൊടുത്താൽ മാത്രം മതി, ബാക്കിയെല്ലാം അത് ചെയ്തു തരും. നമ്മൾ എപ്പോഴാണോ ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്, അപ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ അതിനെ എതിർത്ത് അതല്ല എന്റെ ബുദ്ധിപൂർവമായ പ്രവർത്തനത്തിലൂടെ ഞാൻ ഇതിനൊക്കെ കടത്തിവെട്ടും എന്ന് പറയുന്നിടത്താണ് വിഷയം. നമ്മൾ കൃത്യമായി നിന്ന് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം നടക്കോടെ, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രത്യേകിച്ച് ഒരു വിഷയമില്ല അതിനകത്ത്. വളരെ കണ്ടീഷൻ നടക്കും. നമ്മുടെ മിഴുക്ക വിഷയം എവിടെയെന്നറിയോ? നമ്മൾ എല്ലാത്തിനും ഞാനാണ് ഇതിനേക്കാൾ വലുത് എന്ന് ചിന്തിച്ചിട്ട് നമ്മളെ തന്നെ ഉയർത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ് എന്റെ ബുദ്ധിപരമായ കഴിവാണ്. അങ്ങനെയൊന്നുമല്ല. അവിടെ ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ തകർക്കാൻ പറ്റുന്ന അതിബുദ്ധി പ്രകൃതിക്കുണ്ട്. അതിന് നിന്ന് കൊടുക്കുക, ഓപ്പൺ ആയിട്ട് അൺകണ്ടീഷണലായിട്ട് നിന്ന് കൊടുക്കുക, അൺകണ്ടീഷണലായിട്ട് മനസ്സിലാക്കി കൊടുക്കുക. അതിലൂടെയാണ് ഏറ്റവും അൺകണ്ടീഷണലാക്കി മനസ്സിലാക്കുക. ഇതാണ് ഏറ്റവും പ്രാധാന്യം ശ്രദ്ധിക്കേണ്ടത്. അത് തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ സുന്ദരമായി മാറുന്നത് എന്നുള്ളത്. അപ്പോൾ ഏറെ സന്തോഷം വീണ്ടും അറിയിക്കുന്നു. 1-2 കാര്യങ്ങൾ പറഞ്ഞു പോകാം. ചില സമ്മാനങ്ങളുണ്ടല്ലോ,
നമ്മുടെ നമ്മളെ തന്നെ ഞെട്ടിച്ചു കളയും. ഞെട്ടിച്ചു കളയെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കറിയില്ല എങ്ങനെയാണ് ഇതൊക്കെ ഈ ലോകത്ത് സംഭവിക്കുന്നത്. ഞാനൊരു ചെറിയൊരു കഥ പറയാം. ഞാനൊരു കഴിഞ്ഞ 5 ദിവസമായി, 5 ദിവസമല്ല, എന്ന് കൃത്യമായി പറഞ്ഞാൽ മെയ് 16-ാം തീയതി ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു, എനിക്കൊരു ബുദ്ധന്റെ പ്രതിമ വാങ്ങിക്കണം. എന്നിട്ട് ഞാൻ ഇരിക്കുന്ന ബുദ്ധന്റെ പ്രതിമ വാങ്ങിക്കണം. അത് എന്നിട്ട് വീട്ടിൽ വെക്കണം. വീട്ടില് നമ്മുടെ പൂജാമുറി ഉണ്ട്, പൂജാമുറിയിൽ വെക്കണം. അല്ലെങ്കിൽ പൂജാമുറി സൈഡിൽ എനിക്ക് അതിന്റെ സ്ഥലമുണ്ട്, അവിടെ വെക്കണം. അതിൽ ദീപം കത്തിച്ച് വെക്കണം. അത് എനിക്കിപ്പോ വീട് ഒന്നുകൂടി ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ വലിയതായിട്ട് വാങ്ങിക്കണം എന്ന് കരുതി നിൽക്കുകയായിരുന്നു. ഞാനത് നോക്കി കുറെ എണ്ണം ഇന്റർനെറ്റിൽ കയറി നോക്കി, കുറച്ചെണ്ണം വാങ്ങിക്കണം, കുറച്ച് വലിയ രീതിയിൽ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. മെയ് 16-ാം തീയതിയാണ് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ, ഇപ്പൊ ഗൂഗിൾ സെർച്ച് എടുത്ത് നോക്കിയപ്പോഴാണ് ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മ, എന്നെ ഓർക്കണമില്ല. അത് കൃത്യമായി വിചാരിച്ചു, അവിടെ വിട്ടു. ആ സാധനം ഞാൻ അവിടെ വിട്ടു. എപ്പോഴും വാങ്ങിക്കണം എന്ന രീതിയിൽ തന്നെയായിരുന്നത്. നിങ്ങൾക്കൊരു സർപ്രൈസ് ഞാൻ കാണിച്ചു തരാം. ഇതിന് താഴെ കൂടി കാണുക. 2 ദീപം വെക്കാനുള്ള 2 സാധനങ്ങൾ കാണാലോ അല്ലേ? ഇതേ പ്രതിമയാണ്, സെയിം പ്രതിമയാണ് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്ത് വെച്ചത്. പക്ഷെ ഇത് വലിപ്പം ഇതല്ല, വലുത് ചെറുതാണ്. വലിപ്പം ഇതല്ല. ഈ ഫ്രെയിം ഞാൻ വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി കരുതിയതാണ്. അതായത് വലുതായിട്ടൊരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ഗാർഡൻ പോലെ അവിടെ വെക്കണമെന്ന് കരുതിയ, ഗാർഡനിൽ വെള്ളം ഇറക്കണം. ഇത്രയും 2 കാര്യങ്ങളാണ് ചിന്തിച്ചത്. എന്തായിരിക്കും അവസ്ഥ? ഇത് തന്നയാൾ എനിക്ക് ഓർമ്മയില്ല, എന്നാലും എനിക്ക് തോന്നുന്നത് രാധാമാമ തന്നതെന്നുള്ള എന്റെ ഓർമ്മ ആണെങ്കിൽ എന്തല്ലേ ജീവിതം ഇങ്ങനെയല്ലേ? ഒന്നും ആരോടും പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. അത് ഒന്ന് ജസ്റ്റ് ആഗ്രഹിച്ചു വെച്ചാൽ, നമ്മൾ യൂണിവേഴ്സൽ എനർജിയുമായി കണക്ട് ചെയ്ത് നമ്മളൊന്ന് ആഗ്രഹിച്ചെന്നാൽ മാത്രം മതി. ബാക്കി സംഭവിക്കുന്നതൊക്കെ നമുക്ക് പോലും, ഞങ്ങൾക്ക് പലപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോകുന്ന കാര്യമാണ്. മറ്റൊരു സർപ്രൈസും കൂടി പറയാം. എല്ലാം ഇതല്ലേ, ഞാൻ എന്താ പറയുക, നമ്മള് കുബേര മെഡിറ്റേഷൻ ചെയ്തിരുന്നു, ഓർമ്മയുണ്ടല്ലോ അല്ലെ? കുറച്ചു ദിവസം മുമ്പേ. അപ്പോ കുബേര മെഡിറ്റേഷൻ ചെയ്യുന്ന മുമ്പ് ഞാൻ കുബേരയുടെ ഫോട്ടോ എടുത്ത് വെക്കാൻ വേണ്ടി വിചാരിക്കുന്ന മുമ്പ് നമ്മള് ദേവി പ്രാർത്ഥന അതിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഞാനതിന്റെ കുബേര ചെയ്യുന്നതിന് മുമ്പ് ഒരു ദേവി പ്രാർത്ഥന ചെയ്യാനായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് അത് കുബേരയിലേക്ക് മാറുക. അപ്പൊ ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഡൗൺലോഡ് ചെയ്തു, കമ്പനിയിലൊക്കെ റെഡിയാക്കി അനൗൺസ് ചെയ്യും, കോഴ്സ് അനൗൺസ് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. കാരണം ദേവി വേണ്ട, തൽക്കാലം മറ്റേതുണ്ടല്ലോ എന്ന് കരുതി മാറ്റിവെച്ചു. പിന്നെയാണ് കുബേര കൊണ്ടുവന്നത്. ആ ഡൗൺലോഡ് ചെയ്ത് ഞാനിപ്പോ ഈ കമ്പ്യൂട്ടറിലാണ്, വീട്ടിലെ കമ്പ്യൂട്ടറിലായി കഴിഞ്ഞാൽ ആ ഫോട്ടോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അതേപോലെ ഒരു സാധനം ഞാൻ ഇവിടെയും കാണിച്ചു തരാം. 2 ഒന്നാണ്. ഈ ദേവിയുടെ പേരെന്താന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ, ഞാൻ സത്യമായിട്ട് പറയാം, എനിക്കറിയില്ല. 4 കൈകളും 2 ഗദ കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് ഞാനത് പറയും. ഇതാരാണ് തന്നതെന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നത് തന്നിരിക്കാൻ സാധ്യതയുള്ളത് ആരാ തന്നത് ഒന്ന് പറയാമോ? വിഭൂതി നമ്മളെ ഓർമ്മയുണ്ട്? ആർക്കും ആരാ ഇത് തന്നത്? ഇവിടെ ഉണ്ടോ? ആളുണ്ടോ? ഇല്ലല്ലേ? എന്താ പറയാ, ഞാനിതിന് ഏത് വാക്കിലൂടെയാണ് ഇതിനെയൊക്കെ ഞാൻ പറയുക, എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളുണ്ട്. ഇന്നലെ 2 പേര് വരച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഓക്കെ, അതൊക്കെ നമുക്ക് സർപ്രൈസ് എന്ന് പറയുന്ന ന്യൂറൽ പെയിന്റ്. ഞാൻ കുറേ ആയി വീട്ടിൽ ന്യൂറൽ പെയിന്റ് ഭിത്തി വെക്കണം എന്ന് കരുതി ഇങ്ങനെ നിൽക്കുന്നത്. ന്യൂറൽ പെയിന്റ് കൃഷ്ണൻ തന്നെ, ഇത് വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. അതുപോലെ തന്നെ ഇന്നലെ സ്വന്തമായി കുറേ ഉണ്ട് കേട്ടോ, ഇത് മാത്രമല്ല ഞാൻ ഇവിടെ എടുക്കാൻ കുറേ ഉണ്ട്. ഇത് രണ്ടും ഇതൊരാള് സ്വന്തമായി ഉണ്ടാക്കിയ, അതൊക്കെ ഞാൻ വീണ്ടും ഒരു കുറിക്കുന്നുണ്ട് അവരെ പറ്റിയിട്ടൊക്കെ.
ഇതൊരാളുടെ ഇവര് മാത്രമാണ്. ആ ദേവി വൈകുന്ന രേണുവാണ് അല്ലെ? ഓക്കെ. ഇവർ രണ്ടുപേരും സ്വന്തമായിട്ട് വരച്ചുണ്ടാക്കിയ ഒരു ഡിസൈൻ ആക്കുന്നത്. സന്തോഷം. ഇതൊക്കെ പറഞ്ഞത് ഇതൊക്കെ നമ്മളെ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ്. വളരെ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ. പിന്നെ വിഭൂതി, കഴിഞ്ഞ എനിക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ് വിഭൂതി. വിഭൂതി കൊടുത്തു. അങ്ങനെ ഒരുപാട് 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 കാര്യം, ഒരുപാട് സമ്മാനങ്ങൾ. ഇതിനൊക്കെ അത്രയും വില മതിക്കുന്നു എന്നാണ്. സമ്മാനത്തിനപ്പുറത്ത് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഇതുപോലെ ചെറിയ ദേവിയുടെ ഒരു വിഗ്രഹം. അങ്ങനെ അതിനേക്കാളും വലിയ രസമുള്ള കാര്യമാണ് പറയാനുള്ളത്. ഞങ്ങൾ വെറുതെ തൊടുപുഴ പോയതാ നമ്മുടെ സിനിസാറിനെ കാണാൻ വേണ്ടി. അവര് മരത്തിന്റെ കുറെ ഇതുണ്ട് അവിടെ, മില്ലൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ കാണാം. അതല്ലേ മരം കൊണ്ടുണ്ടാക്കിയ നിലവിളക്ക് കാണാൻ. ഒരു മിനിറ്റ്. മരം കൊണ്ടുണ്ടാക്കിയ നിലവിളക്ക് ഇത്ര രസമുള്ള കാര്യമാണ് കാണുമ്പോഴേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു മാത്രമാണ് പറയാനുള്ളത്. താങ്ക് യു. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവർക്കും നന്ദി. നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് തിരിച്ചു നൽകാൻ എൻ്റെ കയ്യിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ കാണിക്കുന്ന സ്നേഹത്തിനൊക്കെ തിരിച്ചു നൽകാൻ എൻ്റെ കയ്യിലുള്ളത് ആത്മാർത്ഥമായ സ്നേഹം മാത്രമാണ്. അൺകണ്ടീഷണൽ ലവ് എനിക്ക് എല്ലാവർക്കും ഒരുപോലെ നൽകാൻ പറ്റുന്നത്. അതിൽ ഒരാളുടെ വ്യത്യാസമില്ല. അനിൽകുമാർ എന്നോ സുജ എന്നോ അല്ലെങ്കിൽ രാജ് എന്നോ ശ്യാം സാർ എന്നോ ലേഖ എന്നോ ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരെയും ആത്മാർത്ഥമായി ഉൾക്കൊള്ളാനും നിങ്ങൾ പറയുന്നതൊക്കെ ആത്മാർത്ഥമായി സ്വീകരിക്കാനും നിങ്ങൾക്ക് ആത്മാർത്ഥമായ മാറ്റം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന ഓരോ നിമിഷത്തും. സ്വാമിനാഥൻ ഇന്ന് രാവിലെ ഞാൻ ഓർത്തു, ആത്മാർത്ഥമായ മാറ്റത്തിന് സമയമായിരിക്കുന്നു, അതുണ്ടാവട്ടെ എന്നുള്ള. അതിന് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്റെ മാക്സിമം എഫേർട്ട് എത്രത്തോളം പറ്റും, അതിന് 100% ഞാൻ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ എത്ര കാലം ഇത് ഫോളോ ചെയ്യുന്നു അത്രയും കാലം നന്ദിയോടുകൂടി തന്നെ ഒരാളെയും വ്യത്യാസമില്ലാതെ സ്നേഹത്തോടെ എന്താ പറയുക, ലാളനെ എന്ത് വാക്കാ ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, അതോടുകൂടി ഉണ്ടാവും. പക്ഷേ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മാറേണ്ടത് നിങ്ങളാണ്. മാറേണ്ടത് നിങ്ങൾ മാത്രമാണ്. അത് സാധിക്കാത്തതായി ഒരു മനുഷ്യജന്മവും ബാക്കിയുണ്ടാവില്ല. നമുക്ക് മാറാൻ സാധിക്കാത്തത് ഒരേ ഒരു നിമിഷത്തിന് ശേഷം മാത്രമാണ്. അതുവരെ നമുക്ക് മാറാൻ സാധിക്കും. ആ നിമിഷത്തിന് ശേഷം പിന്നെ നമുക്ക് മാറ്റം ആവശ്യവുമില്ല. കാരണം ആ മാറ്റത്തിൽ കാണാൻ ഇവിടെ നമ്മൾ ആരും ഉണ്ടാവില്ല എന്നുള്ള അർത്ഥമാണ്. അതുകൊണ്ട് ആരും പറ്റില്ല എന്ന് പറയുന്നത്, പൈസ ഉണ്ടാക്കാനോ ബന്ധമുണ്ടാക്കാനോ ഒന്നും പറ്റാത്ത ആരുമില്ല ഇവിടെ എന്നുള്ളത്. ഇത് ആത്മാർത്ഥമായി മാറി ശ്രമിക്കുക. പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് നമ്മുടെ തന്നെ വിവരക്കേട് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തിരുത്തിയാൽ ഒറ്റ കാര്യം മതി, വിവരക്കേട്. നല്ല 2.5 മണിക്കൂർ 3 മണിക്കൂറും പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം വീണ്ടും ചോദിച്ചപ്പോ വീണ്ടും അത് തന്നെ, വീണ്ടും ഞാൻ പറഞ്ഞു, വീണ്ടും അത് തന്നെ. അത് ഉൾക്കൊള്ളാൻ ഈ സിസ്റ്റം ചേഞ്ച് ആയേ പറ്റുള്ളൂ എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് എത്ര കാലം എന്നെ കൊണ്ട് പറ്റുന്നു ക്ലാസ് എടുക്കാൻ അത്രയും കാലം ഞാൻ എടുക്കും, അത്രയും കാലം കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ യാത്ര തുടരാം. അല്ല നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുന്നു, ബോറടിക്കുന്നോ, വിട്ടിട്ട് പോവുക. അല്ല നിങ്ങൾക്ക് ഇതിനോട് ദേഷ്യം വരുന്നോ, 2 തെറി പറഞ്ഞോടുക. എന്ത് വേണേലും ചെയ്തോളൂ, എല്ലാം നിങ്ങൾ തന്നെ സംഭവിക്കും. നിങ്ങൾക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്, ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന ഇത്രയും ലെങ്ത് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ നേരെ കണ്ണാടി മുമ്പിൽ നോക്കി പോയിട്ട് അവിടെ ദിനേശ് സാറിനെ കാണാം. കണ്ണാടി മുമ്പിൽ പോയിട്ട് എന്നിട്ട് നല്ല തെറി പറയുക, പച്ചത്തെറി. എന്നിട്ട് അത് കേൾക്കുക, എന്നിട്ട് ആസ്വദിക്കുക, മാത്രം ഓർമ്മിക്കുക. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. വേറെ സന്തോഷ വർത്തമാനം പറയേണ്ടെന്ന് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോളൂ പെട്ടെന്ന്. നല്ല മഴ പെയ്യുന്നുണ്ട്, ഒച്ച ശബ്ദം ഉണ്ടാ, കൂടുതൽ ഡിസ്റ്റർബൻസ് സൗണ്ട് വരുന്നുണ്ടോ? ഇല്ലല്ലോ. പുറത്തുനിന്ന് ഒരാൾ കൺവേർട്ട് ചെയ്ത് കുറച്ച് സംസാരിച്ചേ. ഹലോ സാർ, ഞാൻ പറയട്ടെ. സാറിന്റെ അത്ഭുതം എന്ന് പറഞ്ഞത്, എനിക്ക് ഓച്ചറ പോകണമായിരുന്നു കേട്ടോ, ടൂവീലറിൽ പോവാ. അപ്പൊ ഞാൻ കുറ്റോട്ടം ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോ ഭയങ്കര മഴ, ഭയങ്കര. ഞാൻ കുറ്റോട്ടായപ്പോഴത്തേക്ക് മഴ ചാറി തുടങ്ങി. അവിടെ എന്നോട് ഞാൻ പറഞ്ഞു, ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയി മഴ പെയ്യത്തില്ല, മഴ പെയ്യത്തില്ല. 2 വിശ്വാസമാണ് മഴ പെയ്യത്തില്ല. മോള് ആ കാറിനകത്ത് നടക്കൊണ്ട് ഞാൻ പറയുമ്പോ മഴ പെയ്യത്തില്ല. ഇന്ന് സാറ് ഞാൻ എവിടെയോ അവിടെ കണ്ട് കിടക്കുന്നുണ്ട്, ചെറുതായിട്ടൊന്ന് മഴ പെയ്തു, പിന്നെ മഴ പെയ്യത്തില്ല. പിന്നെ ഇന്ന് വൈകിട്ട് അങ്ങ് ചേരാണ്ട് മഴ പെയ്തു. അടിപൊളി, സന്തോഷം. അപ്പൊ എന്റെ വിശ്വാസമാണ്.
വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് ആ വിശ്വാസം നമ്മളെ മുന്നോട്ട് നടത്തും സജീവേ, ആ വിശ്വാസം. വെരി ഗുഡ്. എനിക്ക് ഭയങ്കര സന്തോഷമായി പോയത്, ഭയങ്കര സന്തോഷം. അടിപൊളി. വെരി ഗുഡ്, വെരി ഗുഡ്. ആ, വേറെ ആരുള്ളേ? ഞാൻ പറയട്ടെ. ആ, പറഞ്ഞോ. ലിജി പറ. ലിജിയാ പറയട്ടെ സാറേ. പറഞ്ഞോ ലിജി, പറഞ്ഞോ. ഇന്നലെ മെഡിറ്റേഷൻ ചെയ്തപ്പോഴല്ലോ സാറേ, കല്ലിന്റെ ഒരു കാര്യം പറയാനാണ്. എനിക്കത് അപ്പോഴത്തന്നെ സാറിനോട് വിളിച്ചു പറയണമെന്നുണ്ട്. കയ്യിൽ പിടിച്ചപ്പോൾ എനിക്ക് ശരിക്കും ഈ ഹാർട്ട് ഇങ്ങനെ അടിക്കുമല്ലോ, അതുപോലെ ഈ കയ്യിലിരുന്ന് അങ്ങ് ശരിക്കും ഇത് വിറയ്ക്കുമായിരുന്നു. എനിക്ക് ശരിക്കും എനിക്ക് വീട്ടിൽ വന്ന് കിടന്നത് മാത്രം ഓർമ്മയുണ്ട്. ഭയങ്കര ശരീരവേദനയും പനിയും ഒക്കെ ആയി എനിക്ക്. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് കയ്യിൽ പിടിച്ചപ്പോൾ ശരിക്കും ഇങ്ങനെ ഞാനത് അനുഭവിച്ചറിയുമായിരുന്നു സാർ. ഭയങ്കര സന്തോഷം സാർ. അങ്ങനെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഒരുപാട് സന്തോഷം. തുടക്കം ഞാൻ കണ്ടു ഇന്നലെ നിങ്ങളെ ഓരോ ആളുടെയും വൈബ്രേഷൻസും ഓരോ ആളുടെയും കഴിഞ്ഞു കൃത്യമായി അത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കുക തന്നെ ചെയ്യും ലിജി. അതിന് സമയമായതുകൊണ്ടല്ലേ ലിജി അവിടെ വന്നത്, എത്തിയത്. അല്ല, എന്തോരം വിഷയങ്ങളിലൂടെ കടന്നുപോയതാ. അതെ, തീർച്ചയായും. അത് സമയത്ത് കൃത്യമായി അതിന്റെ രീതി നമ്മൾ നിന്നു കൊടുത്താൽ മതി. ബാക്കി മാറ്റങ്ങൾ അവിടെ ഉണ്ടാവട്ടെ. ഓക്കെ, ഇനി ആരുണ്ടോ? ഇല്ലേ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കുറച്ച് കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞോ നിഖില. എന്റെ മോളൊരു സന്തോഷാണ് സാർ. സാർ, ഞാൻ അമ്മ പറഞ്ഞിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് എന്റെ ഫേവറേറ്റ് ക്ലാസ് ടീച്ചർ തന്നെയാ ക്ലാസ് ടീച്ചർ ആയത്. നിന്നെ ക്ലാസ് ലീഡറാക്കിയോ? അല്ല, ക്ലാസ് ടീച്ചർ. അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടീച്ചർ അവളെ ക്ലാസ് ടീച്ചർ ആവണമെന്ന് അവളിങ്ങനെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ചെയ്യുന്ന പോലെ മാനിഫെസ്റ്റ് ചെയ്ത്. അവളെ ഫ്രണ്ടിന്റെ അമ്മയാണ്. അപ്പൊ ആ ടീച്ചർ തന്നെയാണ് അവളെ ക്ലാസ് ടീച്ചർ. അവൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് അടിപൊളിയാണല്ലോ. അപ്പൊ ഈ വർഷം കുശാലായല്ലോ അല്ലേ? ഈ വർഷം നന്നായില്ലേ? ഈ വർഷം നന്നായി പഠിക്കൂലേ? ഇപ്പൊ നന്നായി പഠിക്കണം കേട്ടോ. നന്നായി പഠിക്കട്ടോ. നല്ല മിടുക്കി കുട്ടിയാവും. ഗുഡ് ഈവനിങ് സാർ. പറയട്ടെ. നമ്മള് നാട്ടില് ഒരാളിനെ നമ്മൾ കണ്ടിന്യൂസ് വിളിക്കുമായിരുന്നു. അപ്പൊ പുള്ളി ഒരു കാരണവശാലും ഫോൺ എടുക്കത്തില്ല. അപ്പൊ ഇങ്ങനെ കുറച്ച് ദിവസം ഒരു 2 weeks ബാക്ക് ഞങ്ങൾ വിളിച്ചിട്ട് പിന്നെ ഞങ്ങൾ പുള്ളിനെ വിളിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസത്തേക്ക് പിന്നെ പുള്ളി ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നാളെ നിങ്ങളൊരു 7 മണിയാകുമ്പോൾ എന്നെ ഇവിടുത്തെ 11 മണിയാകുമ്പോൾ അങ്ങോട്ട് വിളിക്കണമെന്ന് പറഞ്ഞു. ഒരു അസ്ട്രോളജറാണ്. ആ പുള്ളിക്കാരൻ ഒരു കാര്യത്തിൽ ഫോൺ എടുക്കത്തില്ല. എന്നിട്ട് പിറ്റേ ദിവസം ആ ടൈം ആയപ്പോഴത്തേക്ക് പുള്ളി ഇങ്ങോട്ട് വിളിച്ചു, നിങ്ങൾ എന്താ വിളിക്കാത്തതെന്നും പറഞ്ഞു. അതൊരു ഭയങ്കര അനുഭവമായില്ല. ഞങ്ങൾ രാവിലെ വൈകിട്ടും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, തുടങ്ങി മെഡിറ്റേഷൻ. നമുക്ക് സംസാരിക്കാനുണ്ട് നിങ്ങളുടെ കാര്യം. ഞാൻ നിങ്ങളുടെ 2 കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാത്തത് ബോധപൂർവമാണ് കേട്ടോ. അതൊന്നുമല്ല, തിരക്കായതുകൊണ്ടൊന്നുമല്ല. ഞാൻ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ചില ഘടകങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട സമയം മനസ്സിലാക്കണം. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. ചില സമയത്ത് സൈലൻസ് ഈസ് ബെറ്റർ. ഞങ്ങളിവിടെ 3:15 എഴുന്നേക്കുന്നുണ്ട്. 3:15 എഴുന്നേക്കും. അതല്ലേ ഞാൻ പറഞ്ഞത്. ചില അലൈൻമെന്റ്സുകൾ വരുന്നത് അങ്ങനെയാണ്. ഞാൻ സംസാരിച്ചോട്ടെ സാർ. യെസ് സാർ, കഴിഞ്ഞ ദിവസം 1212 മെഡിറ്റേഷൻ ചെയ്തതിനു ശേഷം പിറ്റേ ദിവസം കാലത്ത് തന്നെ ഞാൻ എന്റെ ഫിംഗറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് അർജന്റായിട്ട് 10,000 rupees വേണമെന്നുള്ളത്. ഞാൻ സാറിന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, റീഡ് ചെയ്തോന്നുള്ളത് അറിയില്ല. അന്ന് വൈകുന്നേരം 4:59 എന്റെ അക്കൗണ്ടിലേക്ക് 10,000 rupees വന്നു. വളരെ വളരെ ഹാപ്പി സർ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അല്ല, ഒരു മിനിറ്റ് പോവല്ലേ, എവിടുന്ന് വന്ന് കൂടി പറഞ്ഞു പോകും. ഇല്ലെങ്കിൽ ഈ വീഡിയോ കേൾക്കുന്നവര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഒരു സാറേ 10,000 അയച്ചു തരും പറയും. അത് വേണ്ട, എവിടുന്ന് പറഞ്ഞു. ഞാൻ എന്റെ മകള് തന്നെ അയച്ചതാണ്. പക്ഷെ ഞാൻ ആവശ്യപ്പെട്ടില്ലായിരുന്നു. എന്തോന്നറിയില്ല, അവർക്ക് തോന്നിയത് മകളെ തന്നെ അയച്ചു തന്നതായിരുന്നു. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഈ കേൾക്കുന്നവൻ വിചാരിക്കുന്നത് ഞാൻ 10,000 അയച്ചതാണ്, അതുകൊണ്ട് എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്, അത് ഒഴിവാക്കാനാ പറഞ്ഞത്. ഞാൻ എവിടെന്നാ വന്നതെന്ന് കൂടി പറഞ്ഞു.
ഇല്ല ഇല്ല, ഞാനങ്ങനെ ചോദിക്കുന്ന കൂട്ടത്തിലല്ല, അതുകൊണ്ട് പറഞ്ഞില്ലായിരുന്നു. അവളെ തന്നെ ഇങ്ങോട്ട് പറയാതെ അയച്ചു തന്നതാ. വളരെ ഹാപ്പിയായി സർ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. സന്തോഷം സന്തോഷം. വെരി ഗുഡ് വെരി ഗുഡ്. സാർ ഞാനും കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ സാറേ. ഓ സാറിനെ ഇന്നലെ കണ്ടിട്ട് ഞാൻ റോഡിൽ നിന്നപ്പോൾ ഒത്തിരി ലേറ്റ് ആയാണ് എനിക്ക് ഓട്ടോ കിട്ടിയത്. അപ്പൊ 7:30 വന്ദേ ഭാരതിന് ട്രെയിൻ ബുക്ക് ചെയ്തിരുന്നതേ. അപ്പം ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് വന്നപ്പം വന്ദേ ഭാരത് വന്ന് കിടക്കുന്നു, ഓടിപ്പോയി അതിൽ കയറി. പക്ഷേ 9:30 എത്താനുള്ള ട്രെയിൻ 10:45 കഴിഞ്ഞിട്ടാണ് എത്തിയത്. അപ്പൊ എന്നെ വിളിക്കാൻ വരാൻ ആരുമില്ല വീട്ടിൽ നിന്ന്. അങ്ങനെ ഞാൻ റെയിൽവേ ഇതൊക്കെ ക്രോസ് ചെയ്ത് റോഡിൽ വന്ന് നിന്നപ്പം 3/4 മണിക്കൂർ വീണ്ടും ബസ് കിട്ടുന്നില്ല. അപ്പൊ 11:30 വരെ ഞാൻ കൊല്ലം ബസ് സ്റ്റോപ്പിൽ നിൽക്കുവാണ്. അപ്പൊ അവിടെ ട്രെയിനിൽ വന്ന എന്നെ ഒരു ഫാമിലി, ഞങ്ങളെ ഏകദേശം ഒരു 10 കിലോമീറ്റർ അപ്പുറം കല്ലമ്പലം, എന്റെ റോഡ് കഴിഞ്ഞ് പോകുന്നേ. അപ്പൊ അവരുമായിട്ടൊന്ന് സംസാരിക്കാൻ അവര് തന്നെ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു, ഇപ്പോഴെങ്കിലും ബസ് വരാറില്ലേ, നിങ്ങളൊക്കെ സ്ഥിരം യാത്ര ചെയ്യുന്നതാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വരാറുള്ളൂ. പക്ഷെ അവര് ഇത്രയും സമയം 1 മണിക്കൂറോളം ബസ് ഇല്ലാതെ നിന്നപ്പോ അവര് ഒരു നല്ല ഫാമിലിയാ, 2 ജെന്റ്സും ഒത്തിരി ലേഡീസും അങ്ങനെയൊക്കെ ഉള്ള. അപ്പൊ അവര് പോയി ഒരു ടാക്സി വിളിച്ചോണ്ട് വന്നു. അവരെല്ലാരും കയറിയപ്പോ ഞാനിങ്ങനെ നിന്നപ്പോ എന്നെ കൂടെ വരുന്നോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഈ ട്രെയിൻ ഇങ്ങനെ 1.25 മണിക്കൂർ പിടിച്ചിട്ടിരുന്നപ്പോ ഞാൻ IR5 ദിസ് സിറ്റുവേഷൻ ഇങ്ങനെ പറഞ്ഞിരിക്കുവായിരുന്നു. എന്നെ വിളിക്കാൻ ആരും വരാനില്ല, ഞാൻ ഇങ്ങനെ ചാത്തന്നെ ഓട്ടോ വിളിച്ച് വേണം, ഒത്തിരി ഉള്ളിലോട്ട് പോണം എന്റെ സ്ഥലം. പക്ഷെ അവരെന്നെ കയറ്റി ചാത്തന്നെ കൊണ്ടുവന്ന് ഇറക്കി, ഒരു ഓട്ടോ സ്റ്റാൻഡിൽ വന്നു, എന്നെ ഓട്ടോയിൽ കയറ്റി വിട്ടിട്ടാണ് അവര് പോയത്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക്സ് ടു ദം വെരി മച്ച്. താങ്ക്സ് ടു ദം. വെരി ഗുഡ്. നല്ല കാര്യം നല്ല കാര്യം. ഇങ്ങനെയൊക്കെ നിങ്ങള് അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, വന്ന ആൾക്കാരുടെ അവസ്ഥയൊക്കെ എത്ര ദൂരത്ത് എത്ര വൈകിട്ടൊക്കെ തിരിച്ചെത്തിയതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഈ ക്ലാസ്സുകൾ വെക്കുന്നതിന്റെ നിങ്ങൾ വരുന്നതിന്റെ റിസൾട്ട് അത്ര കണ്ട് നിങ്ങൾക്ക് റിസൾട്ട് തരാൻ സാധിക്കണം എന്നുള്ളതാണ് ആത്മാർത്ഥം ആഗ്രഹിക്കുന്നത്. അത്രയും വീട്ടിൽ എത്തിയപ്പോ 12:15 മണിയായി. രാത്രി 12:15. ഓക്കെ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം അല്ലെ. എല്ലാവരും വൈകിട്ടുണ്ടാവും, കാരണം പല യാത്രകളും. പക്ഷെ ഒരു ക്ലൈമറ്റ് അത്രയും അല്ലെങ്കിൽ മഴയൊക്കെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? അതും കൂടുതൽ വിഷമം ഉണ്ടാക്കുമായിരുന്നു. യെസ്, ഓക്കെ. കോഴിക്കോടൊക്കെ നമ്മൾ വെച്ചതാണോ ഓമന? എല്ലാ കോഴിക്കോട് കഴിഞ്ഞ് ഇപ്പൊ കൊച്ചിക്ക് തിരിച്ചു പോയതാണ്. നിങ്ങൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെക്കാൻ വേണ്ടി പറഞ്ഞാൽ മതിയോ? എനിക്ക് ഇന്നലെ വരാൻ പറ്റിയില്ല, ഭയങ്കര വിഷമായി പോയി. എന്തൊക്കെയോ ഒരു ടെൻഷനും. ആദ്യമായിട്ട് സാറിന്റെ ക്ലാസ് കാണാൻ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ നല്ലൊരു എനർജിയും, ഓരോ കാര്യങ്ങൾ ശരിയായി വരിക പറഞ്ഞാൽ അത്രയും ചെറിയ കാര്യങ്ങളൊന്നല്ല, ഭയങ്കര ഓരോ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ശരിയായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. അതേമാതിരി 2 പ്രാവശ്യം ഞാൻ ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം ഭയങ്കര ഞാൻ വിചാരിച്ച കാര്യം അതിഗംഭീരായി നടന്ന്. അതേപോലെ ഇന്നലെ വരാൻ പറ്റാത്തൊരു നല്ല വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ പ്രസിദ്ധ മാഡം പറഞ്ഞ് പിന്നെ ആഗസ്റ്റില് ഇവിടെ അടുത്തോട് വരുന്നുണ്ട് പറഞ്ഞപ്പോഴാണ് സമാധാനമായത്. ഇന്നലെയൊക്കെ തീരെ എന്തോ ഒരു വിഷമായിരുന്നു. സുഹറയുടെ കാര്യം ഇന്നലെ ഞങ്ങൾ സംസാരിച്ചു. അതെ, വരുന്ന ട്രെയിനിൽ വരുന്ന വഴിക്ക് പ്രസീത പറയായിരുന്നു, സുഹറയെ പറ്റി പറയായിരുന്നു. അമേസിംഗ് റിസൾട്ട് ആണ്, വരാൻ പറ്റിയില്ല, പാവം വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞതാണ്. ഭയങ്കര വിഷമായിരുന്നു. ഇന്നാണ് പിന്നെ ഒന്നിരുതായത്. സാറ് മേഡം അങ്ങനെ പറഞ്ഞപ്പോഴേ അടുത്ത് ആഗസ്റ്റിൽ ഉണ്ടാകും പറഞ്ഞപ്പോ ഇന്നിരുതായി. ഇന്നലൊക്കെ തീരെ അത് കാരണക്ക് ഭയങ്കര എന്തോ ഒരു വിഷമമായി ഇന്നലെ വരാൻ പറ്റാഞ്ഞിട്ട്. പൈസ ഒക്കെ റെഡിയായി വരാൻ വേണ്ടിട്ട്, പൈസ ഒക്കെ റെഡിയായി. പക്ഷെ കൂടെ ഒരാള് വരാൻ പറ്റിയില്ല, അതുണ്ടായത്. അവിടെയാണ് ഇനി നിങ്ങൾ തുടങ്ങേണ്ടത് അടുത്ത പരിപാടി. ജനിച്ചത് ഒറ്റയ്ക്ക്, ജീവിതവും ഒറ്റയ്ക്ക് അല്ലേ? അവിടെ വേറെ ആളെ കൂട്ടാരാ? എനിക്ക് കൂട്ട് ഞാൻ തന്നെയാണ്. എന്നെക്കാളും വലിയ കൂട്ട് എനിക്ക് ആരാണ്? ആരാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു? മനസ്സിലായി. എല്ലാവരോടും ഒരു ചോദ്യമാണ്, ആരാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു? സുഹറയുടെ മാത്രമല്ല, എല്ലാവർക്കും ഒരു ചോദ്യമാണ്, ആരാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു? ആരാണ് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത്? അപ്പോൾ നമുക്ക് ശത്രു വേണം, സുഹൃത്ത് വേണം. വേണ്ട ശത്രു വേണമെങ്കിൽ ശത്രു തിരഞ്ഞെടുക്കാം, സുഹൃത്തിന് വേണം സുഹൃത്ത് തിരഞ്ഞെടുക്കാം. രണ്ടുപേരെയും കാണാൻ പറ്റിയ സ്ഥലം എവിടെയാണ്? എവിടെ പോയി നിന്നാൽ നിങ്ങളുടെ ശത്രുവിനെയും നിങ്ങളുടെ സുഹൃത്തിനെയും കാണാൻ പറ്റും? കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുക. അപ്പോൾ വരുന്നു നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. വരാൻ പറ്റാഞ്ഞോണ്ട് ഒറ്റയ്ക്കുള്ളത് കൊണ്ട് രാവിലെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾ അനാവശ്യമായ കാര്യങ്ങളൊക്കെ ഇമോഷൻ കൊണ്ട് ചേർക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ആവശ്യത്തിന് എന്റെ അടുത്ത് വരണമെങ്കിൽ ഞാൻ എവിടെ പ്രസന്റ് അവിടെ വന്നാലേ ഞാൻ മുമ്പിൽ കണക്ഷൻ ഉള്ളൂ.
അല്ല ആണോ? ആണോ? അല്ല അല്ല അല്ല. പിന്നെന്തിനാണ് നിങ്ങൾ ഇപ്പൊ ഇതവിടെ കൊണ്ടുവയ്ക്കണേ? എന്നാലും വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തിനാണ്? ഓക്കെ, ആഗ്രഹമുണ്ട്. ഞാനുണ്ടോ നിങ്ങളെ കൂടെ എപ്പോഴും? ഉണ്ട് നിങ്ങളെ കൂടെ എന്റെ കൂടെ നിങ്ങളുണ്ടോ? ഉണ്ട്. അപ്പൊ പിന്നെ ഓരോ ആൾക്കും ഓരോ പരിമിതികളിൽ. ഇപ്പോ അവിടുന്ന് ഇവിടെ നമ്മുടെ ജർമ്മനിൽ ഇരിക്കുന്ന ഒരാൾ പറയാണ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, അത് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആണോ? ഓരോ സിറ്റുവേഷൻസ് ഉണ്ട്. പക്ഷെ അവിടെ ഇതൊന്നും അല്ല ബന്ധങ്ങൾ. മനസ്സിനകത്ത് എങ്ങനെ കാണുന്നു, ഞാൻ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, അവിടെ അല്ലേ കണക്ഷൻ. അതെ. അതുകൊണ്ട് എല്ലാത്തിനും പോയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, പണ്ടേ പിടിക്കുന്ന ഇമോഷൻ, അത് കയറി പിടിക്കണ്ട. മറ്റേ എഗ്രിമെന്റിന്റെ ഇതുവരെ അഡ്വാൻസ് ഒന്നും തന്നില്ല. വരും 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 വരട്ടെ കേട്ടോ, ടെൻഷൻ. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഇനി ലാസ്റ്റ് നമുക്ക് ക്ലാസ് കഴിഞ്ഞ് സംസാരിക്കാം കേട്ടോ. എനിക്ക് ഇവിടെ ഉണ്ട്, ദുബായ് ക്ലാസ് എടുക്കാൻ പോകാനുണ്ട്, ഇത് കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. ശരി, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ നമുക്ക് ആവശ്യമുണ്ടായിരിക്കേണ്ട, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്ന് അടുത്ത ക്ലാസ് ആലപ്പുഴയോ കോഴിക്കോടോ തിരുവനന്തപുരമോ ഒക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ വരൂ, കം ടു ദിസ് ക്ലാസ് നൗ. ഇവിടെ മാത്രം, ക്ലാസ്സിൽ മാത്രം ചിന്തിക്കും കേട്ടോ. ഇന്നലെ തന്ന സ്റ്റോണിന്റെ കാര്യം നിങ്ങൾ ആരും മറക്കണ്ട കേട്ടോ. അത്രയും ഇതായിട്ട് പ്രീഷ്യസ് ആയി ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, ഇതിന്റെ അത് പറയാൻ വന്നത്, സ്റ്റോണിന്റെ ഒരു മെഡിറ്റേഷൻ ഇന്നലെ അവർക്ക് കൊടുത്തിരുന്നു. അതിന്റെ സക്സസ് റേറ്റ് ആൾക്കാർ ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴാണ് അടുത്ത നമ്മുടെ ഇതിന് മാത്രമായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഇപ്പോൾ ഞാൻ ഓപ്പൺ ആക്കില്ല, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഒന്നുകൂടി എല്ലാവരും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും ആദ്യത്തെ ക്യാപ്സൂൾ എടുത്ത് കഴിച്ചോളൂ. ഈ ക്യാപ്സൂൾ കഴിച്ചവർക്ക് മാത്രമേ ഇന്നത്തെ ക്ലാസ് ഉള്ളൂ, ഇല്ലാത്തവർക്ക് കിടലം നമ്പറാണ് 212-211. നല്ല നമ്പറാണ്. യെസ്, വരട്ടെ വരട്ടെ. എല്ലാവരും ക്യാപ്സൂൾ എടുത്ത് പെട്ടെന്ന് കഴിക്കൂ, പെട്ടെന്ന് കഴിക്കൂ. ഫാസ്റ്റ്. ഇന്നലെ മുതൽ നമ്മൾ ദുബായ് UAE മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക് വേണ്ടി സെപ്പറേറ്റ് ക്ലാസ് തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക് ഇനി ഇവിടെ വരേണ്ട സമയം കളയേണ്ടതില്ല. അവിടെ സെപ്പറേറ്റ് ക്ലാസ് ഉണ്ട്. പക്ഷെ ഇവിടെ കിട്ടുന്നത് അവിടെ കിട്ടില്ല, അവിടെ കിട്ടുന്നത് ഇവിടെ കിട്ടില്ല. വേണമെങ്കിൽ രണ്ടും ചാടി കയറിക്കോളൂ കേട്ടോ. അവിടെ വേറെ സബ്ജക്റ്റ് ആയിരിക്കും, ഇവിടെ വേറെ സബ്ജക്റ്റ് ആയിരിക്കും. സബ്ജക്റ്റുകൾ എടുക്കാനായിട്ട് ഞാൻ ഓരോ ദിവസവും അതിന്റെ പിറകെ നടക്കേണ്ടിരുന്നു അല്ലേ? ഓക്കെ, വെരി ഗുഡ്. പെട്ടെന്ന് ക്യാപ്സൂൾ കഴിക്കും. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മൾ ഇതിനെ പറ്റി തന്നെയാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാപ്പിനെസ് മാസ്റ്ററിയുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കോർ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നിറക്കുക എന്നുള്ളതാണ്. സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നിറക്കുക എന്നുള്ളതാണ് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ. അതിനൊണ്ടാണ് ഹാപ്പിനെസ് മാസ്റ്ററി ഹബ്ബ് എന്ന പേര് ഇതിന് ഞാൻ കൊടുത്തിട്ടുള്ളത്. സന്തോഷം, എല്ലാ കാര്യത്തിലും സന്തോഷം, എവിടെയും എന്ത് കിട്ടിയാലും സന്തോഷം. ഇത് നമ്മൾ അനുഭവിച്ചെടുക്കേണ്ട കാര്യമാണ്. എന്താണ്? അനുഭവിച്ചെടുക്കേണ്ട കാര്യമാണ്. ഞാൻ ഇന്നലെ ചില കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് പറഞ്ഞുതരാം, ചില സന്ദർഭത്തിൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് പറഞ്ഞത്. സന്തോഷം എല്ലാവർക്കും ഉള്ളതാണ്, ആർക്കും വേറെ എവിടെ നിന്നും പോയി കൊണ്ടുവരേണ്ടതല്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇത് നമ്മൾ മറന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എങ്ങനെയൊക്കെയാണ് മറന്നു പോകുന്നത്? ഒരു ഉദാഹരണം പറയാം, ചിലപ്പോൾ നമുക്കത് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റും. നോക്കും, നമ്മള് ഇന്നലെ ക്ലാസ്സിൽ പങ്കെടുത്ത ആൾക്കാർക്ക് എല്ലാം അറിയാവുന്ന ഒരു കാര്യം, ഞാൻ പലരെയും നോട്ട് ചെയ്തു. ഞാൻ അതിന് എത്രത്തോളം ആസ്വദിച്ചു എന്നും ഞാൻ അതിന് എത്രത്തോളം എന്റർടൈൻ ആയിട്ട് എടുത്തു എന്നും, പക്ഷെ മറ്റുള്ളവർക്ക് എത്രത്തോളം അത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി എന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അവരോടാണ്, അതേപോലെ നിങ്ങൾക്കും അതുപോലെ സന്ദർഭങ്ങൾ ഉണ്ടാവും, അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയേണ്ടത്. ഇന്നലെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു നിഷ്കളങ്കൻ, യഥാർത്ഥ നിഷ്കളങ്കനായ ദൈവത്തിന്റെ പുത്രൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ വേറൊന്നുമില്ല, അൺകണ്ടീഷണലായി ദൈവം എങ്ങനെയാണോ ഒരാളെ സൃഷ്ടിച്ചയക്കുന്നത്, ഒരു കണ്ടീഷനും ഇല്ലാതെ ഉള്ള ഒരു കൊച്ചവിടെ ഉണ്ടായിരുന്നു. ജ്യോതിഷിന്റെയും മകൻ. നമ്മൾ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂലോക നോട്ടി, സാധാരണ പറഞ്ഞാൽ തട്ടിന് മുട്ട്, മുട്ടിന് തട്ട്. ഞാനിവിടെ നിങ്ങൾക്ക് എല്ലാവരും 10 ലക്ഷം കിട്ടി എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ അവൻ പറയും ഞാൻ
അങ്ങനെ മറുപടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അവൻ ഓരോന്നിനും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. ഓഡിയൻസിന്റെ ഇടയിൽ എല്ലാ കാര്യങ്ങൾക്കും അവൻ്റെ അടുത്ത് മറുപടി ഉണ്ട്. അവൻ വാട്ടർ എടുത്ത് കൊണ്ടുപോകുന്നു, കളിക്കുന്നു, അവിടെ കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു. എൻ്റെ അടുത്ത് സ്റ്റേജിലേക്ക് കയറി വരുന്നു. 6 വയസ്സായിരുന്നു, അവൻ 5-6 വയസ്സായി. ഞാനത് ഓരോ നിമിഷം എന്തൊരു ആസ്വാദനത്തിലാണ് അത് ചെയ്തത്. അവനോട് സംസാരിച്ച് നിൽക്കാനും, അവൻ പറയുന്നത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവൻ ഉത്തരം പറഞ്ഞു കഴിയും. ഒന്നും ഇല്ലാത്ത ഉത്തരം, വേറൊന്നും ഉത്തരമില്ല. പക്ഷെ അവൻ്റെ അടുത്ത് എല്ലാം ഉത്തരമുണ്ട്. അവന് ഒന്നിനെ പറ്റിയിട്ട് അയ്യോ ഇത് ശരിയാണോ തെറ്റാണോ എന്നൊന്നുമില്ല. അവൻ കൃത്യമായി പറഞ്ഞു. സാറിനോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയാണ്. കാരണം എന്നെ അവരിന്നും കാണുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഉണ്ട്, അവിടെ ഇപ്പോഴും ഉണ്ടാവും ചിലപ്പോൾ അല്ലെ. ജ്യോതിഷ് ഇവിടെ ഉണ്ടാവും, രഞ്ജുവും ജ്യോതിഷും ഇവിടെ ഉണ്ടല്ലോ അല്ലെ. കാണുന്നുണ്ടോ അറിയില്ല. ഞാനത് പറയാന്ന് വെച്ചാൽ ഇന്നലെ അവിടെ പിന്നെ സന്ദർഭത്തിൽ പറയാൻ പറ്റിയില്ല. പിന്നെ അവസാന നിമിഷത്തിൽ അവൻ ഉറങ്ങിയെന്നു അല്ലെ. ലാസ്റ്റ് നിമിഷം നമ്മൾ കണ്ടില്ല. ഞാൻ ഓരോ ക്ലാസ്സിൽ ഇങ്ങനെ പോകുന്നതിനിടയിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. ഞാനത് എത്ര ആസ്വദിച്ചു എന്നറിയാം. അവന്റെ ആ ഒരു പ്രസൻസ്, ഇത്രയും ആളെ 150 ആളുടെ ഇടയിൽ അവന്റെ പ്രസൻസ് വല്ലാണ്ട് ആസ്വദിച്ചു. പക്ഷേ അത് എത്ര പേർക്ക് അവിടെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയെന്നറിയാവോ? ഒരുപാട് ആൾക്കാരുടെ സംസാരിക്കുന്നത് പക്ഷെ എന്താ പറയണേ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മനസ്സിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കാര്യം വെച്ചാൽ ഇത്തരം സിറ്റുവേഷനുകളെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇത്തരം സിറ്റുവേഷൻ അല്ല കേട്ടോ, ഇതുപോലെ ഒരുപാട് സിറ്റുവേഷൻസ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത് എന്നതാണ് യഥാർത്ഥ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അതിനെ അതായി കണ്ടുകൊണ്ട് അതല്ല എന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നത്, ഞാനാണ് എന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ്. ഇപ്പൊ നേരത്തെ സജീവ് മഴയുടെ കാര്യം പറഞ്ഞപ്പോ, ഇതുവരെ മുമ്പേ ആയിരുന്നെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സജീവ് അവിടെ നിന്ന് പറയുന്നത് എന്തായിരിക്കും? നശിച്ച മഴ, ഇത് വിട്ടുപോയാൽ മതിയായിരുന്നു, ഇതെന്റെ ഒരു സ്ഥലത്ത് പോകാൻ സമ്മതിക്കില്ല എന്നാണ് എങ്കിൽ ഇപ്പോൾ മാറിയത് എങ്ങനെയാണ്? ഇപ്പോൾ മഴയെ നമ്മൾ വിളിക്കുന്നത് വേണ്ട ഇപ്പൊ വരണ്ട കേട്ടോ, ഞാനൊന്ന് പോയിട്ട് വന്നാൽ മതി, എന്നിട്ട് നീ വന്നാൽ മതി. അത് എത്ര വ്യത്യാസമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത്. ഇത് ഓരോ സിറ്റുവേഷൻ നിങ്ങൾ ആലോചിക്കണം. എന്നാലും ഞാൻ നഫീസയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നഫീസയോട് വെയിറ്റ് ചെയ്യൂ. ഇപ്പൊ രാജിനോടും പറഞ്ഞ അത് തന്നെയാണ്, വെയിറ്റ്. എന്താണെന്നറിയോ, ഇത് ചിലർ പഠിച്ചെടുക്കുക, നമ്മൾ ശീലിച്ചെടുക്കാനുണ്ട്. ഈ ശീലിച്ചെടുക്കാതിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ബോധപൂർവ്വം എന്തൊക്കെ ചെയ്ത് കളയാമെന്ന്. ഈ ശീലം അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് സന്തോഷം നിറക്കും. ഈ സന്തോഷം നിറയലാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. ഏത് സിറ്റുവേഷനാണ് നമ്മളെ സന്തോഷം ഉണ്ടാക്കുന്നത്, ആ സിറ്റുവേഷനിൽ പോയി അത് ചെയ്യുക അല്ല സന്തോഷത്തിന്റെ അർത്ഥം. അങ്ങനെ സന്തോഷം എടുക്കുന്നത് ഒരു ടെമ്പററി മാത്രമാണ്. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഏതാണ് ടെമ്പററി. മറ്റേ നമ്മുടെ ജീവിത വിജയത്തിൽ നമ്മുടെ സൂം ക്ലാസ്സിൽ പറഞ്ഞാണ് എന്താണ് സന്തോഷം, എന്താണ് താൽക്കാലിക ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആൻഡ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞു. അതായത് താൽക്കാലിക സന്തോഷവും പെർമനന്റ് ആയിട്ട് സന്തോഷവും എങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്നു. നമ്മളെല്ലാവരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയോ? ഏറ്റവും വലിയ തെറ്റ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് താൽക്കാലിക സന്തോഷത്തിനെ പറ്റിയിട്ടാണ്. താൽക്കാലിക സന്തോഷം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് താൽക്കാലികം മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നും ഉണ്ടായിരിക്കേണ്ട സന്തോഷത്തിന്റെ അവസ്ഥയെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയും എനിക്ക് 10 ലക്ഷം രൂപ കിട്ടിയാൽ ഞാൻ ഹാപ്പിയായി. അങ്ങനെ പറഞ്ഞത് ഒരിക്കലും പോസിബിളേ അല്ലത്. നിങ്ങൾക്ക് വേണ്ടത് അതല്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവരെന്നോട് മിണ്ടിയാൽ ഞാൻ സന്തോഷവാനായി, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അത് അപ്പോഴാവും, പിന്നെ മാറും. അപ്പൊ ഓരോ സിറ്റുവേഷൻ നമ്മൾ ഉള്ളതിൽ എവിടെ നിൽക്കണു അവിടെ നമുക്ക് സന്തോഷവാനായി. എന്ത് സിറ്റുവേഷൻ, മഴ പെയ്യട്ടെ, വെയിൽ വരട്ടെ, അയൽവാസി അടി ഉണ്ടാക്കട്ടെ, വിഷയം ഉണ്ടാക്കട്ടെ, എന്ത് പറഞ്ഞാലും ശരി, ഞാൻ സ്വസ്ഥനാണ്, ഞാൻ സന്തോഷവാനാണ്, എന്റെ ഹാപ്പിനെസ് ഇതാണ്. ഞാൻ ക്യാമറയുടെ മുമ്പിൽ വന്നാൽ പുഞ്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരാളെ കാണാൻ പുഞ്ചിരിക്കുന്നു എന്ന് ഇത് ചെയ്യുകയല്ല, ഓട്ടോമാറ്റിക് അങ്ങനെ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാം വിചാരിച്ച പോലെ നടക്കും, എല്ലാം നടക്കും. ഒരു സാഹചര്യവും ഒരു വിഷയവും ഉണ്ടാവും. ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഇന്നലെ രാവിലെ ഞങ്ങൾ 7 മണിക്ക് ഹോട്ടലിലെത്തി. 7 മണി 7:15 ഹോട്ടലിലെത്തി. പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ, ഒരു 6-7 വർഷം മുമ്പേത്തെ ഞാനായിരുന്നെങ്കിൽ, 8 വർഷം മുമ്പേത്തെ ഞാനായിരുന്നെങ്കിൽ ആ ഹോട്ടലിൽ കയറി ഉടനെ ഞാൻ പറയും എനിക്ക് ഇപ്പൊ റൂം കിട്ടണം, ഞാൻ യാത്ര ചെയ്യുന്ന വന്നാണ്, എനിക്ക് ഇപ്പൊ റെസ്റ്റ് എടുക്കണം, ഇപ്പൊ റൂം കിട്ടണം. അവരെന്നോട് എത്തിയപ്പോൾ പറഞ്ഞു സാർ ഇപ്പൊ റൂം വെക്കേറ്റ് ഒരു 12 മണിക്ക് തരാം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ കുഴപ്പമില്ല, 12 മണിക്കാവട്ടെ, എന്തിനാ 12 മണിക്ക്, എനിക്ക് 2 മണിക്ക് കിട്ടിയാൽ മതി. ഞാൻ അന്നേരം തന്നെ കൂടെ ഉണ്ടായിരുന്ന നസീറിനെ വിളിച്ചോറ് നമുക്ക് എവിടെയും പോവാം, ഒന്ന് ഇവിടെ കറക്കി വെക്കുന്നു പറഞ്ഞു.
എറണാകുളം കറങ്ങാൻ ഇറങ്ങിയത്. ആ കറങ്ങാൻ ഇറങ്ങി ഞങ്ങൾ പോയി എത്തിയത് നേരെ തൊടുപുഴയിലാണ്. അവിടെ വരെ പോയിട്ട് ഹാപ്പി ആയിട്ട് ഫുള്ളായിട്ട് അവിടെ പോയി വെള്ളച്ചാട്ടം കണ്ടു, വെള്ളച്ചാട്ടത്തിന്റെ ഇരുന്നു, മെഡിറ്റേറ്റ് ചെയ്തു, ആ ഫോട്ടോ ഒക്കെ എടുത്തു, സുഖമായിട്ട് 100 പണികളോട് ബാക്കിയുണ്ട്. ഒരു ടെൻഷൻ നമ്മൾ അനുഭവിച്ചില്ല. അപ്പോഴും പറയും 6 മണിക്ക് നമ്മൾ തിരിച്ച് എറണാകുളത്ത് എത്തും, 6:10 നമ്മൾ തിരിച്ചെറണാകുളം. എത്രയും ട്രാഫിക് ഉണ്ട് അവിടെയൊക്കെ. നമ്മൾ അവിടെ ഒന്നും എവിടെ എടുക്കുന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, എങ്ങനെയാണ് നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യുന്നതാണ് യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത്. ഇത് പറഞ്ഞു മനസ്സിലാവും. പക്ഷെ ഇത് സംഭവിക്കണമെങ്കിൽ നമ്മൾ കുറേ പ്രൊസീജിയറിലൂടെ കടന്നു പോകണം. കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോയാൽ മാത്രമേ ഇത്തരം മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതിന് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് സന്തോഷമുണ്ടാവണോ, ജീവിതത്തിൽ അനുഭവിക്കണോ, ഈ രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റപ്പെടുത്തണം എങ്കിൽ ഒന്നാമതായി നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് നന്ദി എന്ന് പറയുന്ന സാധനമാണ്. നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഭവം ഇല്ലാത്തവന് ഇത് ഒരിക്കലും സാധ്യമേ അല്ല. അപ്പോൾ നിങ്ങൾ പറയും, ഞാൻ എല്ലാ ദിവസവും നന്ദി പറയുന്നുണ്ടല്ലോ, ഞാൻ എല്ലാ ദിവസവും നന്ദി എഴുതുന്നുണ്ടല്ലോ, അഫർമേഷനായിട്ട് എല്ലാ ദിവസവും എഴുതുന്നുണ്ടല്ലോ. ഇതല്ല നന്ദി. അത് ഒരു മാർഗം മാത്രമാണ്. യഥാർത്ഥ നന്ദി അതല്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ കൊച്ച് അവിടെ വന്ന് കളിക്കുമ്പോൾ നിങ്ങൾക്ക് നന്ദിപൂർവ്വം അതിനെ കാണാൻ സാധിച്ചാൽ, ആഹാ നോഹരാട്ടോ നമ്മുടെ കൊച്ചു കളിക്കുന്നത്, നമ്മുടെ വീട്ടിലുണ്ടായാലും എന്ത് ചെയ്യും, നമ്മുടെ കൊച്ചിനെ വഴക്കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആ കൊച്ച് നമ്മുടെ ശ്രദ്ധ മാറ്റുന്നുവെങ്കിലും ഞാനത് എൻജോയ് ചെയ്യുന്നു, നന്ദി എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നതാണ് നന്ദി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ, ഒരാള് പോകുന്ന വഴിയിൽ വണ്ടി കയറുന്നോ നമ്മളെ കൊണ്ടുപോകാമെന്ന് ഒരാൾ നമ്മോട് വാഗ്ദാനം ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞ സിറ്റുവേഷൻ നേരത്തെ പറഞ്ഞില്ലേ, ആ സിറ്റുവേഷനായിട്ട് പറഞ്ഞത്. അല്ലാതെ വഴി പോകുന്ന ഒരാൾ വണ്ടി കയറുന്നു എന്ന് ചോദിച്ചാൽ നന്ദിയോടെ കയറി പോകുന്നതിനെ പറ്റി അല്ല പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കണം. അപ്പോ അതിന് നന്ദിയോടെ അവർക്ക് ഓരോ നിമിഷം വണ്ടി താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് മനസ്സിൽ നിറക്കുന്നതാണ് നന്ദി. അങ്ങനെ ഓരോ നിമിഷത്തെ നന്ദിയോടെ സ്മരിക്കാൻ സാധിച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് പറയാം, ഞാൻ മുമ്പ് പ്രാവശ്യം നന്ദി എഴുതൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 1 or 2 കാര്യങ്ങൾ കിട്ടും. അതല്ല, നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. എല്ലാത്തിനും നന്ദി. എന്ത് കാണുമ്പോഴും ഇതിങ്ങനെ കണ്ടതിനൊരു കാര്യമുണ്ട് കേട്ടോ, താങ്ക് യു വെരി മച്ച്. ഞാനിത് അനുഭവിച്ചതിന് കാര്യമുണ്ട് കേട്ടോ, താങ്ക് യു വെരി മച്ച് എന്ന നന്ദിയോടുകൂടി, നന്ദി നമ്മുടെ മനസ്സിൽ നിറയണം. വൈ? ബിക്കോസ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ജീവിതത്തിൽ നന്ദി നൽകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്നറിയോ, വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ ബ്രെയിനിലെ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അവിടെയാണ് ഡോപ്പമൈനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഹൈപ്പോതലാമസ് ആണ് ഡോപ്പമൈൻ ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഹൈപ്പോതലാമസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പറയുന്ന ഗ്രാറ്റിറ്റ്യൂഡുള്ള വായു കൊണ്ട് നിങ്ങൾ എന്ത് പറയുന്നു എന്നതിനേക്കാളും പ്രാധാന്യം നിങ്ങൾ എങ്ങനെയാണ് ഗ്രാറ്റിറ്റ്യൂഡിന് ചിന്തിക്കുന്നത് എന്നാണ്. വിച്ച് ഡയറക്ട്ലി എഫക്ട് യുവർ ഹാപ്പിനെസ്. ഡോപ്പമൈൻ നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ അവിടെ വന്ന് ശോഭനയോട് പറഞ്ഞു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതൊരു സാധനമാണ്. എന്നിട്ട് 3-4 പ്രാവശ്യം ഞാൻ ടെസ്റ്റ് ചെയ്തു, ക്ഷമാപൂർവ്വം നന്ദി കൊടുക്കാമല്ലോ. കുറേ ശ്രമിച്ചപ്പോ അവരിൽ അത് ഉണ്ടായി. അവിടെ ഇന്നോട് ഇരിക്കുന്നുണ്ടോന്ന് അറിയില്ല. ഞാൻ ഒരാളെ ടച്ച് ചെയ്ത് പറയണം, ഈ ഡോപ്പമിൻ ഇല്ലാതെ പോയതാണ് അവരുടെ ജീവിതത്തിൽ. അവർക്ക് ശരീരത്തിൽ ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതേ ഇല്ല. പിന്നെ എങ്ങനെ നടക്കും? ഈ കെമിക്കൽ ഉണ്ടായാൽ മാത്രമേ നടക്കുള്ളൂ കേട്ടോ. ഈ കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ, നമ്മളൊരു ചിന്ത ഉണ്ടാകുന്ന വെച്ചാൽ അതൊരു കെമിക്കൽ ഉണ്ടാകുന്നതാണ് അർത്ഥം. ഇത് ഉണ്ടാവാത്തിടത്തോളം കാലം. രഞ്ജുവിനോട് ഒരു 5 മിനിറ്റ് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞ ജ്യോതിഷ ഭയങ്കര തിരക്കില്ല പറഞ്ഞ 10 മിനിറ്റ് കഴിഞ്ഞ് ചെയ്യാം, ഒന്നും സംഭവിക്കില്ല. വെറുതെ ഒന്ന് ഇരുന്ന് നോക്കിയേ, ഒരു 5 മിനിറ്റ്സ്. ബാക്കി എല്ലാം പണികൾ, തുണിയൊക്കെ മടക്കി വെക്കാൻ നമുക്ക് സമയമുണ്ട്. ജസ്റ്റ് ഒന്ന് ഇരിക്കും, ഒന്ന് നോക്കട്ടെ, ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. അപ്പോ ഇത് മനസ്സിൽ നിന്ന് മറഞ്ഞു വരണം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എഴുതിക്കോളൂ, ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത സമയത്ത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ദിവസം ഒരു 10 മിനിറ്റ് രാവിലെ വെറുതെ ഇരിക്കും, കണ്ണടച്ചിരിക്കും. മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് അത് ഉണ്ടാവണം, ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കണ്ണടച്ചിരിക്കൂ, നന്ദിപൂർവ്വം, ആഹാ ഈ ദിവസത്തിന് നന്ദി, എന്ത് രസമുള്ള ദിവസമാണ്, ഈ രാവിലെ ഞാൻ എഴുന്നേറ്റ് നന്ദി എന്ന് മനസ്സിൽ നിങ്ങൾ എഴുതുന്നതൊക്കെ നിങ്ങൾ ചെയ്തോളൂ. അത് മനസ്സിലെങ്ങ് വരട്ടെ. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഒന്നാമത്തെ.
രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതൊക്കെ ഞാൻ ക്ലാസ് കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഞാൻ വളരെ ലളിതമായി പറഞ്ഞു. രണ്ടാമത്തെ കാര്യം ഏറ്റവും ലളിതമായ അടുത്ത പ്രക്രിയ. ഞാൻ വളരെ ലളിതമായ കാര്യം, ഒരു കോസ്റ്റും ഇല്ലാത്ത കാര്യം, 10 പൈസ നിങ്ങൾ ചെലവാക്കാതെ ചെയ്യേണ്ട കാര്യത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ മിററിന്റെ അടുത്ത് പോവുക. കണ്ണാടി, വീട്ടിലൊരു വലിയ കണ്ണാടി വാങ്ങിച്ചു നോക്കുക. മിറർ ടെക്നിക്ക് എന്ന് പറയുന്ന സാധനം. കണ്ണാടിയുടെ മുമ്പിൽ പോയി പറയൂ, ഈ മുടിയെ നോക്കിയിട്ട് പറയൂ, നിങ്ങളെ കണ്ണിനെ നോക്കി പറയൂ, നിങ്ങളുടെ മൂക്കിനെ നോക്കി പറയൂ, നിങ്ങളുടെ ചെവിയെ നോക്കി പറയൂ, നിങ്ങളെ നോക്കി പറയൂ, നിങ്ങളെ കയ്യെ നോക്കി പറയൂ, കൈവിരലിനെ നോക്കി പറയൂ, എത്ര രസമുണ്ടാകാനാണ്, എത്ര സുന്ദരിയാണ്, സുന്ദരനാണ് അല്ലെ. എന്നാലും ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചതാ. ഞാൻ എന്റെ പുസ്തകം സൈൻ ചെയ്യാൻ നിൽക്കുമ്പോൾ സുന്ദരിമാരുടെ ഒരു മഹാസമ്മേളനം എന്റെ മുമ്പിൽ കണ്ടു. ഞാൻ ക്യാമറമാനോട് ഇത് എടുത്തു വെച്ചോടാ, പിന്നെ കിട്ടില്ല. സുന്ദരിമാര് ചുറ്റും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ എത്ര വലിയ സുന്ദരി എന്ന് പറഞ്ഞാൽ സുന്ദരനും സുന്ദരിമാരും എല്ലാവരും കൂടിയിട്ട് ഒറ്റ വാക്ക് ഉപയോഗിച്ചൊന്നല്ല, ഒരാൾ ഒട്ടുന്നല്ലോ. ഇങ്ങനെ ചുറ്റും നിൽക്കുന്ന കാണുമ്പോൾ എന്ത് രസം അല്ലേ. ഞാൻ നിങ്ങൾ ഓരോ ആളിലും കാണുകയായിരുന്നു ചെയ്തത്. അല്ലാതെ നിങ്ങളാരെയും ഞാൻ കണ്ടിട്ടില്ലെന്നോ, നിങ്ങൾ ആരെയും കണ്ടിട്ടില്ല, ഞാൻ എന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ ഓരോ ആളുടെ മുഖത്ത് എന്നെ തന്നെ കാണാം. കാരണം ഞാനാണല്ലോ ഏറ്റവും സുന്ദരൻ. അപ്പൊ നിങ്ങൾ എത്ര സുന്ദരനാണെങ്കിൽ ഞാൻ തന്നെയാണ് അതിലുള്ളത്, മറ്റൊന്നുമല്ല. ഓക്കെ, ഇത് പ്രാക്ടീസ് ചെയ്തെടുത്തതാ. നിങ്ങൾ വിചാരിക്കുന്ന പറയുന്നതല്ല, പ്രാക്ടീസ് ചെയ്തെടുത്തതാ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കണ്ണാടി എന്ന് വെച്ചാൽ. ഞാൻ അങ്ങനെ പറഞ്ഞത് എന്റെ ഇപ്പോഴത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും ഞാൻ പറഞ്ഞു വന്നതിനർത്ഥം അത്രയും രസമാണ്. എല്ലാ ദിവസവും ഒരു 10 പൈസ കോസ്റ്റില്ല. എന്താ അറിയോ, ഏറ്റവും മതി. ഞാൻ പണ്ടൊക്കെ പലപ്പോഴും ജ്യേഷ്ഠന്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഞാൻ ചോദിച്ചത്, ഒരു കണ്ണാടി മേടിച്ചു വെച്ചൂടെ. അപ്പൊ കണ്ണാടി മേടിച്ചു വെച്ചാൽ എന്തിനാ, ഷേവിങ് ചെയ്യാൻ വേണ്ടി മാത്രം ചെറിയൊരു കണ്ണാടി. നമുക്ക് ഇങ്ങനെ കൊണ്ടുവച്ചാൽ ഷേവിങ് മാത്രം കാണാം, അതിനപ്പുറത്ത് കാണാൻ ധൈര്യമില്ല. അവനവനെ കാണാൻ ധൈര്യമില്ല വീട്ടില്. നമുക്ക് ഇതാവരുത്, വലിയ കണ്ണാടി വാങ്ങിച്ചു വെക്കാം വീട്ടിൽ, മുഴുനീള കണ്ണാടി വാങ്ങിച്ചു. ഇല്ലാത്തവർ ഇപ്പൊ വാങ്ങിച്ചു വെച്ചോളൂ. എന്നിട്ട് രാവിലെ അതിനകത്ത് പോയിട്ട് മുമ്പിൽ പോയിട്ട് കൊള്ളാവോ, ഇങ്ങനെ സീരിയസ്. ഇതിട്ടാൽ എങ്ങനെ ഇരിക്കും, ഈ സാരി ഉടുത്താൽ എങ്ങനെ ഇരിക്കും, അപ്പൊ ഈ ഷർട്ട് ഇട്ടാൽ എങ്ങനെ ഇരിക്കും, എന്റെ മീൻഷ തിരിച്ചാൽ എങ്ങനെ ഇരിക്കും. പ്രാക്ടീസ് ചെയ്യൂ, മാറും, ജീവിതം മാറും. നമ്മൾ വലിയ സംഭവമാണെന്ന് കരുതി കണ്ണാടി ഒക്കെ മുടി ചെയ്യാൻ മറന്ന് എത്ര പേരുണ്ടെന്നറിയോ. മുടി ജീവിതത്തിൽ മുടി ചെയ്യുന്ന സമയമില്ല സാറേ. പുതിയ തലമുറയിലെ കുട്ടികളുണ്ട്. മുടി ചെയ്യുന്ന ഫാഷനല്ല. ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്, മുടി ചെയ്യാതിരുന്നാലും ഞാനിപ്പോ പറയുന്നില്ല, കാരണം അവർക്കത് ശരിയാവില്ല. ഇപ്പൊ 2 കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്താണ് നിങ്ങൾക്ക് ഹാപ്പിനെസ് നൽകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ത് ലഭിക്കുമ്പോഴാണ്, എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുക? ഇന്നത് കിട്ടിയാൽ എനിക്ക് സന്തോഷം പറയുന്നവരുണ്ട് അല്ലെ. നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടോ? ചായ കുടിച്ചാൽ സന്തോഷമാണ്, ചായ കുടിച്ചാൽ സന്തോഷമാണ്. എങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചായ ഇല്ലാതെ ചായ കുടിക്കാൻ പറ്റും? എത്ര പേർക്ക് പറ്റും? നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ചായ ഇഷ്ടമാണ്. ചായ ഇങ്ങനെ കാണാൻ ചോറ് ഇഷ്ടമാണല്ലേ. ഡാഡിയുടെ ഏറ്റവും വലിയ വിഷയം ചോറ് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ചോറ് ഇഷ്ടമാണ്. നമ്മൾ വീട്ടിൽ എല്ലാവരും ചോറ് കഴിക്കാം. റെഡിയാണോ? എല്ലാവരും മുമ്പിൽ ഒരു 16 ഐറ്റം സാധനം വെച്ച്, പപ്പടമൊക്കെ പൊടിച്ച്, നല്ല സാമ്പാറൊക്കെ ഒഴിച്ച്, അവിയലും തോരനും ഒക്കെ വെച്ചിട്ട് അല്ലെ, നാവില് വെള്ളം വന്നില്ലേ, പുളിയിഞ്ചിയും ചാറും നാരങ്ങാച്ചാറും അല്ലേ ഇട്ട്, തൊടുകുറിയും ഒക്കെ വെച്ച്, നല്ല തേങ്ങാ ചമ്മന്തിയൊക്കെ ഇട്ടുകൊണ്ട് കഴിച്ചു നോക്കാൻ വെച്ചാൽ നല്ല തൂശയില, നല്ല ഇല വിരിച്ച് 16 ഐറ്റം വെച്ചുകൊണ്ട് നല്ല കുണുകൂടാ, എന്താ പറയാ, നമ്മുടെ ചോറിന് നല്ല ചോറും ഒക്കെ വെച്ചിട്ട് സദ്യ കഴിച്ചാലോ. ഇവിടെയാണെന്ന് എല്ലാവരും നേരെ ഇരുന്നോളൂ. സദ്യ നല്ല ചോറ് ഭക്ഷണം സദ്യ വിളമ്പാൻ പോവാണ്. കൃത്യമായി വിളമ്പി വെച്ചിട്ടുണ്ട്. കഴിച്ചാൽ മതി, കണ്ണടച്ചിരുന്നോളൂ. അടിപൊളിയായിട്ട് സദ്യ കഴിക്കാൻ തയ്യാറാവും എല്ലാവരും. എത്ര നിമിഷം കൊണ്ട് കഴിക്കാൻ പറ്റും നോക്കട്ടെ. ആർക്കും കഴിക്കാൻ പറ്റും നോക്കട്ടെ, പറയണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഐറ്റമിന്റെ പേരൊക്കെ പറഞ്ഞു തരാം. ആദ്യം നാരങ്ങാച്ചാറ്, പിന്നെ മാങ്ങാച്ചാറ്, പുളിയിഞ്ചി, കാളൻ, തോരൻ, പിന്നെന്താ വേണ്ടത്, മറ്റ് അവിയല്, എലിശ്ശേരി, രുശിയില, എല്ലാം വിധമായി വിളമ്പിയിരിക്കുന്നു. പിന്നെ ചോറ് വന്നു, ആ ചോറ് വിളമ്പിയിരിക്കുന്നു, നല്ല അടിപൊളി ചോറ്. എന്നിട്ട് പറയും അപ്പോഴും സാമ്പാർ വന്നു. ചോറ് ഇച്ചിരി മാറ്റി വെച്ചു ഈ ഭാഗത്തേക്ക് സാമ്പാറ്. അപ്പോഴും അടുത്ത ആൾ വന്നു, പുളിശ്ശേരി വന്നു. പുളിശ്ശേരി മറ്റേ സൈഡിലേക്ക്
അപ്പോഴാണ് പറയുന്നത് രസം ഇപ്പൊ വേണോ, രസം ഇപ്പൊ വേണോ, വേണ്ട അടുത്ത പന്തിയിലാവും അല്ലെ, രസം അടുത്ത പന്തിയിൽ തരാം കേട്ടോ, രസം അടുത്ത പന്തിയിൽ തരാം. അപ്പൊ നമ്മൾ കഴിക്കാൻ തുടങ്ങാം. നോക്കിക്കോളൂ. അപ്പൊ പപ്പടം നല്ല അടിപൊളി പൊടിപൊടിയുന്ന പപ്പടം വന്നു, എടുക്കുക. പരിപ്പ് തൽക്കാലം പരിപ്പില്ല, പരിപ്പില്ല, നാളെ അടുത്ത സദ്യയിൽ പരിപ്പ്. ഓക്കെ, മനപ്പായസം അല്ല ഇത്. യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? ആർക്കാ പറ്റാത്തത്? 2 മിനിറ്റ് ഇരുന്നാൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യത്തെ ഇതുപോലെ അനുഭവിക്കാൻ പറ്റില്ലേ? ഇപ്പൊ ചോറ് കിട്ടിയില്ല നിങ്ങൾക്ക്, നിങ്ങളെ വയറ് നിറഞ്ഞിട്ടില്ല, പക്ഷെ നിറഞ്ഞോ? നാവിലൊരു സാധനം, വായിലൊരു സാധനം നിറഞ്ഞു, അതകത്തോട്ട് പോയപ്പോ നല്ല ഭക്ഷണം കഴിച്ച പോലെയായി അല്ലേ? ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതേ സംഭവം എന്തുകൊണ്ട് നമ്മുടെ സന്തോഷം നൽകുന്ന ഒരു കാര്യത്തെ ചെയ്യാൻ പറ്റില്ല? എന്തുകൊണ്ട് പറ്റില്ല? പറ്റും, ആർക്കും പറ്റും, ചെയ്യുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ. വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഇതാണ്. കാണൂ, ഐറ്റം കഴിഞ്ഞു, സദ്യ കഴിച്ചു കഴിഞ്ഞു, എനിക്ക് കടല പായസം ഒന്നും കൊണ്ടുവരണ്ട, എല്ലാം കഴിഞ്ഞു, കടല പായസം ഒറ്റയൊക്കെ എടുത്തിട്ട് വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് നമ്മൾക്ക് ലോട്ടറി അടിക്കണോ? ഓക്കെ, ലോട്ടറി അടിച്ചതായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് കാണുന്നില്ല? കണ്ടു നോക്കിയേ. ചിട്ടി വിളിക്കണോ? ചിട്ടി വിളിച്ച് കിട്ടിയതായിട്ട് എന്തുകൊണ്ട് കണ്ടില്ല? ഇങ്ങനെ ഇരുന്ന് കണ്ടൂടെ? രാവിലെ ഇരുന്ന് കണ്ണടിച്ചിരിക്കടാ, ചിട്ടി എടുക്കാൻ വിളിക്കാൻ പോണു, ചിട്ടി നറുക്കെടുത്തു തുറന്നു വെക്കപ്പോ ഇന്നലെ അതേപോലെ അവിടെ സംഭവിച്ചു. നമ്മള് ലക്കി ഡ്രോ അടിച്ചപ്പോ ഒരാളോട് പറഞ്ഞു, നമ്മള് ലക്കി ഡ്രോ, ഒരാൾക്ക് ഒരു ലക്കി ഡ്രോ ഉണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു നിങ്ങൾ സ്റ്റോൺ ആണ് നിങ്ങൾക്ക് തരുന്നത്, അന്നത്തെ കാലത്ത് സ്റ്റോൺ ആണ് ലക്കി ഡ്രോ തരുന്നത്. പക്ഷെ നമ്മൾ ലക്കി ഡ്രോ എടുക്കുമ്പോൾ സ്റ്റോൺ എല്ലാം സപ്ലൈ ചെയ്തതിന് ശേഷമാണ് എടുത്തത്. അങ്ങനെ 150 പേരിൽ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തു. 4 പേര് ഒന്നിച്ച് വന്നതാ, ഒരേ നമ്പർ 4 പേര് ഒന്നിച്ച് വന്നു. ലക്കി ഡ്രോ എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വേണ്ടത്? അപ്പൊ ആൾക്കാർ പറഞ്ഞാണല്ലോ സ്റ്റോൺ കിട്ടിയ സ്റ്റോണിന്റെ പൈസ തിരിച്ചയക്കാം. അപ്പൊ 250 നമ്മൾ വാങ്ങിച്ച പൈസയേ ഉള്ളൂ, തിരിച്ചു. അപ്പൊ തിരിച്ചാർക്കും വേണ്ട കാശ്. കാശും തിരിച്ചു വരണ്ട, മറ്റെന്ത് ആലോചിക്കാം. അടുത്ത് ലക്കി ഡ്രോ വന്നു. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരാൾക്ക് അവിടെ നിന്ന് സ്പോട്ട് ഡ്രോ അടിച്ചു. ഡ്രോ അടിച്ചു കഴിഞ്ഞപ്പോ സ്റ്റോൺ ആണ് പറഞ്ഞത് തരാന്ന് പറഞ്ഞു. അപ്പൊ ഒരു സ്റ്റോണിന്റെ പൈസ തിരിച്ചു തരണ്ട സാർ, അത് നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല. ഓൺ ദ സ്പോട്ട് ഞാൻ പറഞ്ഞു എന്താ വേണ്ടത് നമുക്ക്? 50,000 രൂപ മുതൽ 2,000 രൂപ വരെയുള്ള കോഴ്സ് എൻ്റെ ഉണ്ട്. ഇതിൽ ഏത് കോഴ്സ് വേണമെങ്കിൽ എടുത്തോളൂ. 5,000 രൂപ 6,000 രൂപ വന്നിട്ട് അവിടെ ക്ലാസ്സിന് വന്ന ആളോടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ലക്കി വിന്നർ ആയതുകൊണ്ട് 50,000 രൂപയുടെ കോഴ്സ് ഇപ്പോൾ ജേർണി ടു ഹാപ്പിനെസ് നമ്മുടെ ഹാപ്പിനെസ് മാസ്റ്ററിലുണ്ട്. 25,000 രൂപയുണ്ട്, 30,000 രൂപയുണ്ട്, 15,000 രൂപയുണ്ട്, 10,000 രൂപയുണ്ട്, 5,555 രൂപയുണ്ട്, 7,000 രൂപയുണ്ട്, 2,000 രൂപയുണ്ട്. ഏതാ വേണ്ടത്? നിങ്ങൾ ഏത് സെലക്ട് ചെയ്യും? സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന നിങ്ങൾ ഏത് സെലക്ട് ചെയ്യും? കിട്ടുന്ന പോരട്ടെ, ഏറ്റവും വലുത് പോരട്ടെ അല്ലെ, 50,000 പോരട്ടെ സാധനം. പക്ഷെ അവരെന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അവർ 50,000 കോഴ്സ് ഒന്നും എനിക്ക് വേണ്ട സാറേ, എനിക്ക് വേണ്ടത് ആദ്യം എന്നെ മാറ്റപ്പെടുത്തുന്ന പ്രക്രിയയായ ജേർണി ടു ഹാപ്പിനെസ് ആണ്. അത് കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. ഇത് സ്പോട്ട് ചെയ്യാൻ ഒരുക്കുള്ളൂ. ജേർണി ടു ഹാപ്പിനെസ് പഠിച്ചാൽ മാത്രമേ വേറെ ഏത് പഠിച്ചിട്ട് കാര്യമുള്ളൂ. എനിക്ക് 50,000 കോഴ്സ് തരാൻ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, ഫ്രീ ആയിട്ട്. കാരണം അത്രയും ലക്കി ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ കൊടുത്തിരിക്കണം. അവർ സെലക്ട് ചെയ്തത് ജേർണി ടു ഹാപ്പിനെസ് ആണ്. സന്തോഷമാണ്. ഇനി ഇന്നൊരു സർപ്രൈസും കൂടി ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട്, ഇത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. തൃശ്ശൂർ കൊച്ചി വന്നവർക്ക് ഇന്നിപ്പോൾ സർപ്രൈസ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കൊടുക്കുന്നുണ്ട്. അവർക്ക് വെയിറ്റ് ചെയ്യുമെങ്കിൽ ഞാനൊരു വോയിസ് അയക്കുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സർപ്രൈസ്. ഓക്കെ, ശരി. അപ്പോ ഞാൻ പറഞ്ഞത് നമ്മൾ എങ്ങനെ എന്താ പറയാ ഫീൽ ചെയ്യുന്നു, എങ്ങനെ നമ്മൾ ഇതിനെ കാണുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ അഫർമേഷനും മറ്റെല്ലാം പ്രാക്ടീസ് ചെയ്തോളൂ. പക്ഷെ ഇതൊന്നും വിഷ്വലൈസേഷൻ ഇല്ലെങ്കിൽ കാര്യമില്ല. 5ാമത്തെ കാര്യമാണ് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ചെയ്യാവുന്ന കാര്യം. ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്നതാണ്, നമ്മൾ അഫർമേഷൻ അതിനു വേണ്ടി പറഞ്ഞുകൊണ്ടേയിരിക്കും, അപ്പോൾ മനസ്സിൽ മാറും. 6ാമത്തെ കാര്യം വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സുകൾ എന്താണ് എന്ന് കണ്ടെത്തും. ഐഡന്റിഫൈ യുവർ നെഗറ്റീവ് തോട്ട്സ്. ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ. ഞാൻ എന്ത് പറയുമ്പോഴാണ് ഞാൻ ഡൗൺ ആയി പോകുന്നത്, എന്ത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അയ്യോ ഞാനത് പറയണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത്, എങ്കിൽ അതിന് തിരുത്താൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. അത് തിരുത്താൻ അവിടെ തുടങ്ങണം. എന്ത് ചെയ്താൽ എനിക്ക് തെറ്റുപറ്റി എന്ന് തോന്നുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ അത് ചെയ്യരുത്. ഇത് വളരെ ശ്രദ്ധാപൂർവം നിൽക്കണം. ഇതൊക്കെ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി കുറേ ദിവസത്തെ പ്രക്രിയയിലൂടെ കടന്നു പോകണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഓരോ പ്രക്രിയകളിലൂടെ കടന്നു പോകേണ്ടതാണ്.
അപ്പോൾ സന്തോഷം എവിടെന്നെങ്കിലും പോയി കൊണ്ടുവരേണ്ട ഒന്നല്ല, അത് അകത്തു അകത്തുള്ളതാണ്. അതിനൊന്ന് ഓപ്പൺ ആക്കി എടുത്താൽ മതി. അതിനാദ്യം നമ്മുടെ മനസ്സ് ഓപ്പൺ ആക്കി തയ്യാറാക്കി നിർത്തുകയാണ്. അൺകണ്ടീഷണൽ ആയിട്ട് എല്ലാത്തിനെയും അംഗീകരിക്കാൻ നിൽക്കുക. മഴയാണോ, വെയിലാണോ, വൃക്ഷമാണോ, ദേഷ്യമാണോ, സങ്കടമാണോ, ഭർത്താവ് വഴക്ക് പറഞ്ഞു, ഭാര്യ വഴക്ക് പറഞ്ഞു, ഓക്കെ, നോ പ്രോബ്ലം. ഇതൊന്നും എന്നെ ബാധിക്കില്ല, എന്നെ ബാധിക്കില്ല എന്ന് പറയുമ്പോൾ ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കില്ല എന്നല്ല, ഇതൊന്നും എന്റെ അകത്തേക്ക് മാറ്റം ഉണ്ടാക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ ഘടകം. അതിലൂടെ മുന്നോട്ട് പോകാനാണ് ഞാൻ ഹാപ്പിനെസ് മാസ്റ്റർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എന്നും ഈ യാത്രയിൽ പോവാ. നിങ്ങൾ വലിയ വലിയ കോഴ്സുകളും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കണമെന്നും ഞാൻ പറയില്ല, ഇതിന്റെ ആവശ്യകതയുമില്ല. പക്ഷെ കുറച്ചൊക്കെ എനിക്ക് തന്നില്ലെങ്കിൽ എനിക്ക് ഹാപ്പിനെസ് ഇല്ലാതെ പോകില്ല, എനിക്ക് നിന്നേക്കാം അല്ലേ. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കോഴ്സുകളൊക്കെ വാങ്ങിക്കണം. എപ്പോഴും വേണമെന്നൊന്നും ഞാൻ പറയില്ല അല്ലേ, എനിക്ക് നിന്ന് പോണ്ടേ. സന്തോഷം വയറ്റിപ്പിഴപ്പാണല്ലോ. ഇപ്പൊ പറഞ്ഞ് ഇങ്ങനെ സദ്യ കഴിച്ചാൽ പോരല്ലോ, പറ്റുമോ? എല്ലാ ദിവസവും എന്നാ പിന്നെ സാർ എല്ലാ ദിവസവും കണ്ണടച്ചിരിക്കും, 16 വിഭവങ്ങൾ കൊണ്ട് സദ്യ കഴിക്കുവാനോ നടക്കുമോ? നടക്കും. ഈ 100 കിലോ ഉള്ളത് പിന്നെ ഒരു മാസം കഴിയുമ്പോൾ 50 കിലോ ആയി കുറയും. അപ്പൊ നിങ്ങൾ പറയും ഇയാളെ കാണാൻ തീരെ കൊള്ളില്ലല്ലോ എന്ന് പറയും. അത് വേണ്ട. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കുറച്ച് കാശ് തന്നോളൂ. എന്നിട്ട് അവിടെ കാശ് കൂടുതൽ ഉണ്ടാക്കുക, അതിൽ മാത്രം കുറച്ച് തന്നാൽ മതി കേട്ടോ. ഓക്കെ. അപ്പൊ സന്തോഷപൂർവ്വം നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കുക, ഹാപ്പി ആയി തന്നെ നിൽക്കുക. ഓരോ വാക്കും പ്രവൃത്തിയും അല്ലെങ്കിൽ ഓരോ ചിന്തയും വാക്കുകളും പ്രവൃത്തികളും അവനവന്റെ സന്തോഷത്തിന് വേണ്ടി ആയിരിക്കട്ടെ. ആ സന്തോഷം അവനവൻ സന്തോഷവാനായാൽ മാത്രമേ മറ്റുള്ളവരെല്ലാവരും സന്തോഷവാനാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഞാൻ മക്കൾക്ക് വേണ്ടി ജീവിച്ചു, ഭർത്താവിന് വേണ്ടി ജീവിച്ചു, ഞാൻ ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ചു, മക്കൾക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. എന്നാണോ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ അവർക്കൊക്കെ സന്തോഷമുണ്ടാകും എന്ന് തിരിച്ചറിയുന്നിടത്താണ് ജീവിത വിജയം ഉണ്ടാകുന്നതെന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് നിർത്താം. ക്ലാസ്സുകൾ കേൾക്കുക, അതുപോലെ പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ഇനി ആർക്കെങ്കിലും ഹാപ്പിനെസ് പറയാണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2 minutes ഞാൻ പോവാണ്. Thank you, sir. Thank you, sir. Thank you, sir. Thank you, thank you, thank you. Thank you, sir. Thank you, sir. ഹാപ്പിനെസ് ഷെയർ ചെയ്യേണ്ട ഷെയർ ചെയ്തോ. മനസ്സ് വെച്ചു. Sir, thank you. Thank you, sir. Thank you, sir. Thank you, sir. അതല്ലേ പറഞ്ഞത്, താങ്ക് യു പറഞ്ഞത് നിങ്ങൾ ഒച്ചപ്പാട് ഉണ്ടാക്കണ്ട. താങ്ക് യു ഉണ്ട്, മനസ്സിലുണ്ട്. മറ്റെന്തെങ്കിലും ഹാപ്പിനെസ് പറയാനുണ്ടെങ്കിൽ അതിന് അൺമ്യൂട്ട് ചെയ്യാനാ പറഞ്ഞു. എന്തെങ്കിലും സിറ്റുവേഷൻസ് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ നാളെ പറയാം കേട്ടോ. ഓക്കെ. അപ്പൊ എല്ലാവരും നല്ല വിഭവസമൃദ്ധമായി സദ്യ കഴിച്ചിട്ടുണ്ട്. ആ ആലസ്യത്തിൽ സുഖമായി കിടന്നുറങ്ങിക്കോളൂ കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ ക്ലാസ് ഇല്ല കേട്ടോ. നാളെ ഞാൻ യാത്രയിലാണ്, അബുദാബിക്കുള്ള തിരിച്ചു യാത്രയാണ്. അപ്പൊ അതുകൊണ്ട് നാളെ ക്ലാസ് ഇല്ല, മറ്റന്നാൾ ഉണ്ടാവുള്ളൂ. ഓക്കെ. താങ്ക് യു.